बातें मैं समझता हूं शोभा नहीं देती है। अध्यक्ष महोदय, आज मैं देखता हूं कि विपक्ष के कई नेता संविधान की प्रति अपनी जेब में रखकर घूमते हैं। असल में उन्होंने बचपन से ही यही सीखा है। उन्होंने पीढ़ियों से अपने परिवार में संविधान को जेब में ही रखे देखा। लेकिन अध्यक्ष महोदय, भारतीय जनता पार्टी संविधान को सिर माथे पर लगाती है। നമസ്തേ, ജനഡിബേറ്റിലേക്ക് സ്വാഗതം. ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ചർച്ച തുടങ്ങിവെച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭരണഘടനയുടെ അട്ടിപ്പേറ് ആരും അവകാശപ്പെടേണ്ടതില്ലെന്ന അതിശക്തമായ സന്ദേശമാണ് നൽകിയത്. ഭരണഘടന എന്നത് ഒരു പാർട്ടിയുടെ മാത്രം സംഭാവനയല്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഭരണഘടന ചിലർ പോക്കറ്റിൽ ഒതുക്കുമ്പോൾ ഞങ്ങൾ ശിരസ വഹിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ സന്ദേശം ലോക്സഭയിൽ അലയടിച്ചു. ആരാണ് ഭരണഘടനയെ ബഹുമാനിക്കുന്നതെന്നും ആരാണ് അനാദരിക്കുന്നതെന്നും ഈ ചർച്ചയിലൂടെ ജനങ്ങൾ മനസ്സിലാക്കട്ടെയെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷമാകട്ടെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗത്തിൻ്റെ വാഴ്ത്തുപാട്ടായി ഈ സന്ദർഭത്തെ ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. ഭരണഘടനയെ മുറുകെ പിടിക്കുന്നത് ആര് എന്ന ചോദ്യമാണ് ജന ഡിബേറ്റ് ഈ മണിക്കൂറിൽ ഉയർത്തുന്നത്. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ബിജെപിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നിയമവിദഗ്ധൻ കൂടിയാണ് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്. ആദ്യം ബിജെപിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്കാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഇതിൽ ഈ ചർച്ചയുടെ തന്നെ ഒരു നറേറ്റീവ് ആദ്യം തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് ഈ ചർച്ച തീരുമാനിക്കുമ്പോൾ ഇവിടെ മാധ്യമങ്ങൾ ഒന്നടങ്കം പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ കടുത്ത സമ്മർദ്ദത്തിന് ഭരണപക്ഷം വഴങ്ങിയിരിക്കുന്നു, കേന്ദ്ര സർക്കാർ വഴങ്ങിയിരിക്കുന്നു, പ്രധാനമന്ത്രിയടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കും. അങ്ങനെ ഈ ചർച്ച എന്ന് പറയുന്നത്, ഭരണഘടനാ ചർച്ച എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദ ഫലമായി ഉണ്ടായി എന്നാണ് ഒരു നറേറ്റീവ് ഇതിനോടകം വന്നത്. എന്താണ് യാഥാർത്ഥ്യം? ഈ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം നവംബർ മാസത്തിൽ ആരംഭിച്ചിട്ട് ആദ്യത്തെ ഏതാണ്ട് 6 ദിവസം അവിടെ കാര്യമായ നടപടികളൊന്നും നടന്നില്ല. ചോദ്യോത്തര വേള വരെ തടസ്സപ്പെട്ടു. എന്താ കാരണം? അഡാനി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെതിരെയോ ഗൗതം അഡാനിക്കെതിരെയോ അമേരിക്കയിൽ എന്തോ ചില നിയമ നടപടികൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ കോൺഗ്രസ് ബഹളം വെച്ചു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊന്നും ബഹളം ഉണ്ടാക്കിയിട്ടില്ല. കോൺഗ്രസ് രാവിലെ തന്നെ പാർലമെൻറ്റ് തുടങ്ങിയപ്പോൾ 6 ദിവസം വലിയ ബഹളമായിരുന്നു. ഈ ബഹളം ഇങ്ങനെ നീണ്ടുപോയപ്പോൾ പ്രതിപക്ഷത്തെ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനൊക്കെ നീരസമുണ്ടായി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർലമെൻറ്റിൽ പല പ്രശ്നങ്ങളും ഉന്നയിക്കാനുണ്ട്. അവരുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ MP-മാരുടെ നിയോജക മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉന്നയിക്കണം. അതൊക്കെ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരണം. അതിനാണല്ലോ ഈ പാർലമെൻറ്റിലെ ചോദ്യോത്തര വേളയും 0 അവറും ഒക്കെ. അപ്പോൾ ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ സാധിക്കാതെ കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ നിലപാട് കാരണം അഡാനി എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ബഹളം തുടങ്ങുന്നു. ബഹളം സഹിക്ക വയ്യാതെ ആകുമ്പോൾ പ്രധാനമന്ത്രി, നമ്മുടെ സ്പീക്കറും അതുപോലെ തന്നെ രാജ്യസഭയിലെ ചെയർമാനോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണെങ്കിൽ അവർ സഭ നിർത്തിവെക്കുന്നു പിറ്റേ ദിവസത്തേക്ക്. ഇതിങ്ങനെ തുടർന്നൊരു 6 ദിവസം ആയപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമായപ്പോൾ സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരാവശ്യം ഉന്നയിച്ചു. അതാരാണ് ഉന്നയിച്ചത് നമുക്കറിയില്ല, പ്രതിപക്ഷമായിരിക്കാം. ഭരണഘടനയുടെ വാർഷികമാണ്. അതിൻ്റെ ഭരണഘടന നിലവിൽ വന്നത് 1950-ലാണ്. അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ 75ാം വാർഷികം വരുന്നു. അപ്പോൾ ആ ഭരണഘടനയെ സംബന്ധിച്ച് ഒരു ചർച്ച വേണം എന്ന് പറഞ്ഞു. സർക്കാരിന് എന്താ വിരോധം? സർക്കാരിന് ഭരണഘടന ചർച്ച ചെയ്യാൻ എന്താ വിഷമം? അല്ലെങ്കിൽ BJPക്ക് എന്താ വിഷമം? അങ്ങനെ അത് അംഗീകരിച്ച് പാർലമെൻറ്റിലെ ബഹളം അവസാനിപ്പിച്ചു. പക്ഷേ അഡാനി വിഷയവും സോറോസ് വിഷയവും ഇപ്പോഴും തുടരുകയാണ്. അഡാനിയുടെ പേരിൽ പാർലമെൻറ്റിന് പുറത്ത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ബഹളം വയ്ക്കുന്നുണ്ട്. പക്ഷേ പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും BJP ജോർജ് സോറോസിൻ്റെയും ഹിൻഡർബർഗിൻ്റെയും ഒക്കെ വിഷയം BJP ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ചില്ലറ ബഹളങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്.
പക്ഷേ ഈ ചർച്ച പാർലമെന്റിൽ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ലോക്സഭയിലെ ചർച്ച നന്നായി എന്നാണ് പൊതുവെ എല്ലാവരുടെ അഭിപ്രായം. കാരണം ഇത് ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പോംവഴി മുന്നോട്ട് വെച്ചതാണ്. അവർ വിചാരിച്ചത് BJP ഇതിനെ എതിർക്കുമെന്നാണ്. BJPക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് മാത്രമല്ല, BJP ഉള്ളിൽ ചിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു BJPക്കാർ ഉള്ളിൽ ചിരിക്കുകയാണ്, അവർക്ക് ഇതൊരു സുവർണാവസരമാണ്. എന്താ കാരണം? ഭരണഘടന ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി, അതായത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, നമ്മൾക്ക് പത്രസ്വാതന്ത്ര്യത്തിനും മറ്റ് അഭിപ്രായം പ്രകടിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനും ഒക്കെ കൂച്ചുവിലങ്ങിടുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗവൺമെൻറ് 2 മാധ്യമ സ്ഥാപനങ്ങൾ, ചെന്നൈയിലെ ക്രോസ് റോഡ്സും ഓർഗനൈസറും, ഇവർ രണ്ടുപേരും അവർക്കെതിരെ ഉണ്ടായ നടപടി സുപ്രീം കോടതി പോയി റദ്ദാക്കിയപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൂച്ചുവിലങ്ങിട്ട ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി മുതൽ ചർച്ച തുടങ്ങും. ആ ചർച്ച അടിയന്തരാവസ്ഥയിൽ എത്തും. 39ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പൊറാട്ട് നാടകം ചർച്ച ചെയ്യപ്പെടും. 42ാം ഭരണഘടനാ ഭേദഗതി ചർച്ച ചെയ്യപ്പെടും. അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം BJPയും 2 തവണ ഭരണഘടന ഈ സർക്കാർ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതൊന്ന് പിന്നാക്ക ജാതി കമ്മീഷന് ഭരണഘടനാ പദവി കൊടുക്കാനുള്ള ഭേദഗതിയാണ്. മറ്റൊന്ന് 10% സാമ്പത്തിക സംവരണം ഈ നിലവിൽ സംവരണം ലഭിക്കാത്ത ആളുകൾക്ക് കൊടുക്കാനുള്ള ഭേദഗതിയാണ്. അത് രണ്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് ഐകകണ്ഠേന അംഗീകരിച്ചു. കേരളത്തിൽ പിണറായി സർക്കാരൊക്കെ നടപ്പിലാക്കി. അപ്പം ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ BJPക്കാർക്കും അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ എതിർത്ത ആളുകളാണ് സമാജ്വാദി പാർട്ടി. മുലായം സിംഗ് യാദവ് ജയിലിൽ കിടന്നതാണ് അടിയന്തരാവസ്ഥ കാലത്ത്. പിണറായി വിജയന്റെ കാല് തല്ലി ഒടിച്ചതാണ്, കൂത്തുപറമ്പ് MLA ആയിരുന്ന പിണറായി വിജയന്റെ കാല് തല്ലി ഒടിച്ചതാണ് പോലീസ്. ഇതൊക്കെ ചർച്ച ചെയ്യും. എന്താ ഉണ്ടാവുക? കോൺഗ്രസ് ഒറ്റപ്പെടും. കോൺഗ്രസിന്റെ കൂടെ മാക്സിമം പോയാൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാവും. കാരണം അന്ന് അവർ കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ. ബാക്കി എല്ലാ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ വരെ DMK സർക്കാരിനെ പിരിച്ചുവിട്ടതാണെന്ന്, അവരൊക്കെ ഇതിൽ കോൺഗ്രസിനെ സഹായിക്കാൻ വരാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഈ ചർച്ച അന്തിമമായി കോൺഗ്രസിന് ദോഷമുണ്ടാവും. പിന്നെ ഈ ചർച്ച ഇന്ന് കണ്ടവർക്ക് മനസ്സിലാക്കാം, ഹോംവർക്ക് മര്യാദയ്ക്ക് ചെയ്യാതെയാണ് കോൺഗ്രസ്സുകാർ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. തൻ്റെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് പോലും കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ട് ഈ ചർച്ച നടക്കട്ടെ, നല്ല രീതിയിൽ നടക്കട്ടെ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണഘടനയ്ക്കെതിരെ ഉണ്ടായ അക്രമങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ. ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നാണ് BJPക്ക് പറയാനുള്ളത്. യെസ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഈ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് വലിയ മുറവിളി ഉയരുന്നുണ്ടല്ലോ. ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു വാദഗതിയാണ് ഭരണഘടന ചവിട്ടിമെതിക്കപ്പെടുന്നു, ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഈ ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ 2 നിയമ ഭേദഗതികൾ മാത്രമാണ് ഉണ്ടായത്. ഒന്ന് OBC കമ്മീഷന് ഭരണഘടനാ പദവി നൽകുന്നത്, മറ്റൊന്ന് ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുന്ന ഒരു നിയമ ഭേദഗതി. ഇത് 2 മാത്രമാണ് ഈ 10 വർഷത്തിനിടയിൽ നമ്മുടെ മുന്നിൽ ഉള്ള ഭേദഗതികൾ എന്ന് പറയുന്നത്. പക്ഷേ പ്രതിപക്ഷം വലിയ തോതിൽ ഭരണഘടന അവഹേളിക്കപ്പെടുന്നു, ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നു എന്നുള്ള രീതിയിൽ വലിയ പ്രചാരണമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനൊരു മുറവിളിയുടെ കാര്യം ഇപ്പോഴുണ്ടോ? അല്ല, ഭരണഘടനയുടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യാൻ ഒരു സന്ദർഭം ഉണ്ടായിരിക്കുന്നത് 75 വർഷം പൂർത്തിയാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഓരോ വർഷം പൂർത്തിയാക്കുമ്പോഴും പാർലമെൻറ്റ് പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ ചർച്ച നടത്തണം എന്നില്ല. നമ്മെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഭരണഘടനയുടെ ആ സ്പിരിറ്റ്, ചൈതന്യം, ഭരണഘടനയുടെ നിർദ്ദേശം, അത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ റിപ്പബ്ലിക്കിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അത് മറ്റൊരു ചർച്ച ചെയ്യേണ്ടതായ വിഷയം തന്നെയാണ്. ഭരണഘടനാപരമായി എല്ലാ കാര്യങ്ങൾ നടക്കുന്നത്, അവിടെ പലതരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപം ഉള്ള ആൾ തന്നെയാണ് ഞാനും. പക്ഷേ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ അത് ഭരണഘടനയുടെ സംരക്ഷണ ചുമതല പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് അവരുടെ അവകാശവാദത്തെ അംഗീകരിക്കാനാവില്ല. എപ്രകാരമാണ് ഭരണഘടന
1975 മാത്രമല്ല, പക്ഷേ 75 വളരെ പ്രകടമായി അടിയന്തരാവസ്ഥയുടെ രൂപത്തിൽ ഭരണഘടനയുടെ അവഹേളനം, അതിൻ്റെ ചവിട്ടിമതിക്കൽ, നിർവീര്യമാക്കുന്ന പ്രക്രിയ അതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അവിടെയെല്ലാം അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഭരണഘടന മുന്നോട്ട് പോകുന്നത്. ആര് ഭരണഘടനയെ സംരക്ഷിച്ചു, ആരാണ് ഭരണഘടന ഈ രീതിയിൽ നിലനിൽക്കുന്നതിന് കാരണക്കാരായത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ടായാൽ ആത്യന്തികമായി ജനം എന്ന് പറയുമ്പോൾ വി ദ പീപ്പിൾ എന്ന ഭരണഘടനാ പരാമർശത്തിൽ പരാമർശിക്കപ്പെടുന്ന ജനം തന്നെ. അവരാണ് ഭരണഘടനയുടെ സ്രഷ്ടാക്കൾ, അവരാണ് ഭരണഘടനയുടെ സംരക്ഷകർ. അവരിലൂടെയാണ് ഈ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രത്യേകമായ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് അറിയാം, ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി ജീവിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഭരണഘടന പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഭരണഘടനയുടെ നിലനിൽപ്പിനെക്കുറിച്ച് ആശങ്ക ഉളവാക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭരണഘടനാപരമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടും. അതിന് തിരുത്തൽ ഉണ്ടാവണം. അതിനുള്ള വേദി കൂടിയാണ് പാർലമെൻറ്റ്. പക്ഷേ പാർലമെൻറ്റ് ഇപ്പോൾ സമ്മേളിച്ചിട്ട് കുറേ ദിവസങ്ങളായി. അവിടെ ഒരു ചർച്ചയും നടക്കുന്നില്ല. പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നില്ല. പാർലമെൻറ്റിൽ ബഹളമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പാർലമെൻറ്റ് സ്തംഭനത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചോദ്യം അത് പ്രതിപക്ഷം സ്വയം ചോദിക്കേണ്ടതാണ്. പ്രതിപക്ഷത്തോട് നമ്മൾ ചോദിക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഭരണഘടനയുടെ 75 വർഷം പൂർത്തിയാക്കിയ ഒരു സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ആ ചർച്ചയുടെ അജണ്ട, എന്താണ് ആ ചർച്ചയുടെ ഉദ്ദേശം? ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണോ ആ ചർച്ച? അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് എന്ന് പറയുമ്പോൾ വി ദ പീപ്പിൾ എന്ന പ്രയോഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നമുക്ക് ചോദിക്കേണ്ടി വരും. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്കിലേക്കാണ്. വസന്ത് സിറിയക്ക്, ഇന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ 1-2 വാക്കുകൾ വളരെ പ്രസക്തമാണ്. ഒരു പാർട്ടി ഭരണഘടനാ നിർമ്മാണത്തെ പലതവണ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. 2, ഭരണഘടന എന്നത് ഒരു കക്ഷിയുടെ സംഭാവനയല്ല, അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ സംഭാവനയാണ്. സകല മനുഷ്യാവകാശങ്ങളും സകല അവകാശങ്ങളും തട്ടിത്തെറിപ്പിച്ചവർക്ക് ഇത്തരത്തിൽ ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കാൻ എന്താണ് യോഗ്യത എന്ന് അദ്ദേഹം ചോദിച്ചില്ലെങ്കിൽ കൂടി ഇതാണ് ഉയരുന്ന ഒരു ചോദ്യം. അല്ല നീലിമ, നോക്കൂ, അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് BJP പ്രതിനിധി ശ്രീ വി പത്മനാഭൻ പറഞ്ഞല്ലോ, എന്താണ് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി അത് തൊട്ട് നമ്മൾ ചർച്ച ചെയ്യണമല്ലോ. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന നെഹ്റു ഗവൺമെന്റ് അന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ, സർക്കാർ വിമർശനത്തിനെതിരെ, സർക്കാരിനെ ആരെങ്കിലും വിമർശിച്ചു പോയാൽ ഉടനെ അതിനെ പിടിച്ച് ജയിലിൽ ഇടാനുള്ള രീതിയിൽ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ പത്മനാഭൻ, നെഹ്റു തന്നെ സ്വന്തം പെന്നേമിൽ ചാണക്യ എന്ന പേരിൽ സ്വന്തം സർക്കാരിനെതിരെ വിമർശനങ്ങൾ എഴുതി വെളിയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നെഹ്റു ഗവൺമെന്റിനെ വിമർശിക്കാൻ ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത കാലത്ത് ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് ചാണക്യ എന്ന പേരിൽ തന്റെ ഗവൺമെന്റിനെ വിമർശിച്ച നെഹ്റു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരാൾ ഉണ്ടായിരുന്നു കേട്ടോ, പേര് VD സവർക്കർ എന്നാണ്. ആ VD സവർക്കറിനെ വീർ സവർക്കർ എന്ന് ഉപമിപ്പിച്ചുകൊണ്ട് മറ്റൊരു പെന്നേമിൽ ഒരാൾ എഴുതിയിരുന്നു, പേര് ചിത്രഗുപ്ത എന്നായിരുന്നു. വീർ സവർക്കർ എന്ന് ഓരോ തവണയും വിനായക് ദാമോദർ സവർക്കറിനെ ആ പെന്നേമുകാരൻ പരാമർശിച്ചു പോയിരുന്നിരുന്നു. സവർക്കറിന്റെ മരണത്തിന് ശേഷം ആ പെന്നേമുകാരൻ അതേ സവർക്കർ തന്നെയായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ വിമർശനവും ഓരോരുത്തരെ പുകഴ്ത്തുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ ചരിത്രം കൂടി മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും നല്ലതായിരിക്കും. ഇനി നോക്കൂ, ഞങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ പറയുന്നത് ഈ രാജ്യം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് നമുക്കൊപ്പം സ്വതന്ത്രമായ പാകിസ്ഥാനും സ്വതന്ത്രമായ പാകിസ്ഥാൻ അടക്കമുള്ള മറ്റുള്ള രാജ്യങ്ങളെല്ലാം തകർന്നടിഞ്ഞപ്പോഴും USSR പോലെ ഒരു വലിയ സാമ്രാജ്യത്വ ശക്തി 90കൾക്കിപ്പുറം പലതായി വേർപിരിഞ്ഞു പോയപ്പോഴും 75 വർഷമായി രാജ്യം ഇതാ ഇങ്ങനെ ഒറ്റ നൂലിൽ
കോർത്തതുപോലെ നിൽക്കുന്നത്, വൈവിധ്യങ്ങൾ ഉണ്ടായിട്ടും നിൽക്കുന്നത് ഈ ഭരണഘടനയുടെ ബലത്തിലാണ്. ആ ഭരണഘടനയുടെ ബലം സോഷ്യലിസമാണ്, സെക്യുലറിസമാണ്. അത് മാറ്റിമറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് മാറ്റിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നതെന്ന് നിലവിക്കറിയാമല്ലോ. നോക്കൂ, അനന്ത്കുമാർ ഹെഗ്ഡെ ആരാണ്? ശ്രീ വി പി പത്മനാഭൻ ആരാണ്? അനന്ത്കുമാർ ഹെഗ്ഡെ മോദി 2ാം ഗവൺമെന്റിലെ കേന്ദ്രമന്ത്രിയാണ്. നിങ്ങളുടെ സുരേഷ് ഗോപിയെ പോലെ സഹമന്ത്രിയല്ല, സ്വതന്ത്ര ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയാണ് അനന്ത്കുമാർ ഹെഗ്ഡെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വലിയ ജനറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇതേ ഹെഗ്ഡെ പ്രസംഗിച്ചു. നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി അടക്കം ഇരിക്കുന്ന സ്റ്റേജിൽ ഇരുന്ന് പ്രസംഗിച്ചു, ഈ തവണ നമ്മൾ അധികാരത്തിൽ വന്നാൽ നമുക്ക് 400-ൽ പരം സീറ്റുകൾ കിട്ടിയാൽ, നമുക്ക് 4-ൽ 3 ഭൂരിപക്ഷം കിട്ടിയാൽ, രാജ്യസഭയിൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ നമ്മൾ ഈ ഭരണഘടന മാറ്റി എഴുതും. ഇത് മാറ്റി എഴുതിയേ മതിയാവൂ. ഇതാ സെക്യുലറിസം എന്നത് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാറ്റണം. ഹിന്ദുക്കൾക്ക് അനുകൂലമായി ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണം. ഏത് ഹിന്ദുക്കളാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയത് അനന്ത്കുമാർ ഹെഗ്ഡെയാണ്. വേദിയിൽ ഇരിക്കുന്നത് നിങ്ങളുടെ താത്വികാചാര്യൻ അമിത്ഷാ അടക്കമുള്ളവർ ഇരിക്കുക, തിരുത്തിയിട്ടില്ല. പിന്നീട് നരേന്ദ്രമോദി അതേ തെരഞ്ഞെടുപ്പിന്റെ വസന്തസിരേക്ക് ഈ മതേതരത്വം, സോഷ്യലിസം എന്ന വാക്കുകൾ എപ്പോഴാണ് ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടത്? അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. എന്താ പ്രശ്നം അതിലുള്ളത്? നിങ്ങളുടെ സംഭാവനയല്ലല്ലോ, ഞങ്ങളുടെ സംഭാവനയല്ലേ. വരും കാലത്ത് അവർ കുറച്ച് ദീർഘദർശിയായിരുന്നത് കൊണ്ടും അവർ കുറച്ച് ക്രാന്തദർശിയായിരുന്നത് കൊണ്ടും വരും കാലത്ത് ഇതുപോലെ കുറെ വർഗീയ ഭ്രാന്തന്മാർ ഈ രാജ്യം ഭരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് അവർ നേരത്തെ എഴുതി വെച്ചു. നല്ലതല്ലേ? അനന്ത്കുമാർ ഹെഗ്ഡെക്ക് ഇന്ദിര അത് എഴുതിയതാണ്, അതുകൊണ്ട് എടുത്ത് കളഞ്ഞേക്കാം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. ശ്രീ വസന്തസിരേക്ക്, ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുതയുണ്ട്. ആകപ്പാടെ ഈ 10 വർഷത്തിനിടയിൽ ആകെ 2 നിയമ ഭേദഗതികൾ മാത്രമാണ് ഉണ്ടായത്. അത് ഇവിടുത്തെ മതേതരത്വത്തെയോ മറ്റ് ഒന്നിനെയും ബാധിക്കുന്ന ഒന്നല്ല. വളരെ കൃത്യമാണത്. OBC കമ്മീഷന് ഭരണഘടനാ പദവി നൽകുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഉറപ്പാക്കുന്ന 2 നിയമ ഭേദഗതികൾ, ഇത് മാത്രമാണ് ഉണ്ടായത്. നിങ്ങൾ എന്തിൻ്റെ ബലത്തിലാണ് ഇവിടെ ഈ രാജ്യം അസ്ഥിരപ്പെടുത്താൻ പോകുന്നു, ഭരണഘടന സംരക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നത് എന്നാണ് ചോദ്യമുയരുന്നത്? പറയാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നോക്കൂ, ഈ രാജ്യത്ത് BJP ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്ന കഴിഞ്ഞ 10 വർഷം 126 കേസുകളാണ് കേന്ദ്ര ഏജൻസികൾ രജിസ്റ്റർ ചെയ്തത്. ആ 126 കേസുകളിൽ 115 കേസുകൾ, ആ 115 കേസുകൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. അതിൽ 89 കേസുകൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരാണ്. അതിൽ 36 കേസുകൾ നിലവിൽ. ശരി വസന്ത, ആ കണക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അടിയന്തരാവസ്ഥയുടെ ആ നാളുകളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ പത്മനാഭൻ, അക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് BJP മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങൾ വളരെ കൃത്യമായി ചരിത്രരേഖയായി നമ്മുടെ മുന്നിലൊക്കെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു MLA ആയിരുന്നു ശ്രീ പിണറായി വിജയൻ, കൂത്തുപറമ്പ് MLA. അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാല് തല്ലിയൊടിച്ചു. എന്തിന്? അദ്ദേഹം CPM-ൽ പ്രവർത്തിച്ചതിന് വേണ്ടി. പോലീസുകാർ ചെയ്യേണ്ട പണി അതാണോ? ലാത്തി ചാർജ്, ഇപ്പോൾ സമരം നടക്കുമ്പോൾ ലാത്തി ചാർജ് ചെയ്യുമ്പം ചിലപ്പോൾ കാലിൻ്റെ എല്ലൊക്കെ പൊട്ടാക്കാം. ഇതെന്താ സംഭവിച്ചത്? ഇനി രാജ്നാഥ് സിംഗിൻ്റെ സ്വന്തം വീട്ടിലുണ്ടായ അനുഭവം പറയാം. ജനസംഘത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ രാജ്നാഥ് സിംഗിനെ പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മ വളരെ അസുഖം പിടിച്ച് കിടക്കുകയാണ്, പെരോൾ വേണം. അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചിട്ടൊന്നുമില്ല. ഇന്ദിരാഗാന്ധിയുടെ ഒരു നിയമമുണ്ടല്ലോ, മിസ, അത് പ്രകാരം ചെയ്തതാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മയെ ഒന്ന് കാണണമെന്ന്. കാണാൻ അനുവദിച്ചില്ല. അത് കഴിഞ്ഞ് അമ്മ മരിച്ചു. അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ മരണാനന്തര ക്രിയകളിൽ പങ്കെടുക്കാൻ അവസരം ചോദിച്ചു, അതും കൊടുത്തില്ല. ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ലോക്നാഥ് ജയപ്രകാശ് നാരായണൻ, സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹ്യ പരിഷ്കർത്താവ്, ഹരിജനോദ്ധാരകൻ, ഇതൊക്കെ ചെയ്ത ജയപ്രകാശ് നാരായണനെ ജയിലിൽ പിടിച്ചിട്ടു. അദ്ദേഹത്തിൻ്റെ വൃക്കയ്ക്ക് തകരാറ് വന്നപ്പോൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിച്ചു. ഇതൊക്കെ ചെയ്തവരാണ് എന്തൊക്കെയാ പറയുന്നത്. കാലം ഒരു വലിയ കണ്ണാടി തൂക്കിയിട്ടുണ്ട്. അതിന് മുമ്പിൽ നോക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ലജ്ജ തോന്നുകയാണ്, തങ്ങളുടെ മുഖത്തെ ചോരപ്പാടുകൾ കണ്ടിട്ട്. അതിന് ആ ജാള്യത ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒപ്പിച്ച പണിയാണ് ഇന്നത്തെ ചർച്ച. സത്യത്തിൽ വടി കൊടുത്ത് അടി വാങ്ങുന്ന പണിയാണ് ഇന്നിപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വസന്ത്,
അതാണ് പറഞ്ഞു വരുന്നത്. വടി കൊടുത്ത് അടി വാങ്ങുന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അവിടെ അദാനി എന്ന് പറഞ്ഞു. തിരികെ സോറോസ് സോണിയ ബന്ധം വളരെ കൃത്യമായി അനാവരണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് രക്ഷ നേടാനല്ലേ യഥാർത്ഥത്തിൽ ഈ ഒരു ചർച്ചയുമായി പ്രതിപക്ഷം മുന്നോട്ട് വന്നതിന്റെ അടിസ്ഥാനം? അല്ല, ശ്രീ പത്മനാഭൻ പറഞ്ഞത് 75 മുതൽ 77 വരെ നിന്നിരുന്ന അടിയന്തരാവസ്ഥ കാലത്തെ പറ്റിയാണ്. ഈ അടിയന്തരാവസ്ഥ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞു പോകുന്ന വകുപ്പാണ് കേട്ടോ. ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ് എന്നൊന്നും പറഞ്ഞു പോകണ്ട. കാര്യം ഭരണഘടന തന്നെ നിഷ്കർഷിക്കുന്നതാണ് അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥ കാലത്ത് പ്രിക്വേഷണറി അറസ്റ്റ് അത് പ്രതിപക്ഷ നേതൃത്വത്തിനെതിരായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ശ്രീ പത്മനാഭൻ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞ സമാനമായ അവസ്ഥ കർണാടകയിലെ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ശ്രീ ശിവകുമാറിന്റെ നേരെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ സർക്കാർ സംവിധാനങ്ങൾ ശ്രീ ശിവകുമാറിന്റെ വീട്ടിലേക്ക് രാത്രിക്ക് രാത്രി മതിൽ ചാടിക്കടന്ന് ഒരു അറസ്റ്റ് വാറണ്ട് പോലും കയ്യിലില്ലാതെ അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് അടിയന്തരാവസ്ഥ ഇല്ലാത്ത കാലത്താണ് കേട്ടോ, നിങ്ങളെ പ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇല്ലാത്ത കാലത്ത്. പിന്നീട് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത കുറ്റപത്രം എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടു സുപ്രീം കോടതി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു പോയി ജനങ്ങളെ സേവിക്കാൻ. അപ്പോ ഈ രാജ്യത്ത് ഞാനതാണ് പറഞ്ഞു വന്നത്, 126 കേസുകളിൽ 115 കേസുകൾ പ്രതിപക്ഷത്തിനെതിരെ എടുത്തു. പ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ 115 ഒരു കഥയുണ്ട്. അതിൽ 36 കേസുകൾ നിലവിലില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ 36 പേർ ഇന്ന് BJP-യിൽ ചേർന്നു. എന്തുകൊണ്ടാണ് BJP-യിൽ ചേരുമ്പോ ഈ കേസുകൾ ഇല്ലാതാവുന്നത്? അതുവരെ അഴിമതിക്കാരായിരുന്ന ഹിമന്ത് വിശ്വാസ് ശർമ്മ, നിങ്ങളുടെ ഇതേ അമിത്ഷാ ഉണ്ടല്ലോ, ഹിമന്ത് വിശ്വാസ് ശർമ്മയെ പറ്റി പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസിന്റെ കറപ്റ്റഡ് ഹാൻഡ് എന്നാണ് ഹിമന്ത് വിശ്വാസ് ശർമ്മയെ നിങ്ങളുടെ അമിത്ഷാ അടക്കം പ്രസംഗിച്ചത്. മഹാരാഷ്ട്രയിൽ പോയി ഇതേ അമിത്ഷാ അന്ന് അജിത് പവാറിനെതിരെ പ്രസംഗിച്ചു. പറയട്ടെ, അന്ന് അജിത് പവാറിനെതിരെ പ്രസംഗിച്ചു. നോക്കൂ, അജിത് പവാർ എന്ന് പറയുന്നത് ഒരു പവർ വിങ് ആണ്. ആ പവർ വിങ് കറപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞു അജിത് പവാറിനെ. ഈ ഹിമന്ത് വിശ്വാസ് ശർമ്മയും അജിത് പവാറിനുമെതിരെ നിങ്ങളുടെ ED-യും CPI-യും കേസെടുത്തു. ഇവർ രണ്ടുപേരും BJP-യിൽ ചേർന്നു. അജിത് പവാർ BJP മുന്നണിയിലേക്ക് വന്നു, ഹിമന്ത് വിശ്വാസ് ശർമ്മ BJP-യിൽ ചേർന്നു. അതിനുശേഷം ഒരു മാസത്തിനിപ്പുറം നിങ്ങളുടെ ഇതേ ED-യും നിങ്ങളുടെ ഇതേ CPI-യും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പിൻവലിക്കാൻ അപേക്ഷ കൊടുത്തു. കേസ് ക്ലോസ് ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ നിങ്ങളുടെ BJP-യുടെ കേന്ദ്ര ഓഫീസിൽ വെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ BJP-യിലേക്ക് വന്നാൽ കേസ് വാഷ് ചെയ്യപ്പെടുകയാണ്. നോക്കൂ, നിങ്ങൾ പറഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെങ്കിൽ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞല്ലോ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് മാത്രമേ കഴിഞ്ഞ 10 വർഷക്കാലം കഴിഞ്ഞുള്ളൂ. ശ്രീ പത്മനാഭൻ, BNS കൊണ്ടുവന്നത് ഏത് അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ടാണ്? BNS-ൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അങ്ങേക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? അത് ഭരണഘടനാ തത്വങ്ങൾക്കെതിരായി അങ്ങേക്ക് ഇതുവരെ തോന്നിയിട്ടില്ലേ? ഈ രാജ്യത്ത് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അങ്ങയോടാണ് ചോദ്യം. അതായത് അഴിമതി കേസുകളിൽപ്പെട്ട നേതാക്കളെ ED അറസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ഈ പ്രതിപക്ഷ വേട്ടയായി ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നമ്മൾ കാണുകയാണ്. ഈ ഡക്കാൻ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. നാഷണൽ ഹെറാൾഡ് അതല്ല ഞാൻ ചോദിക്കട്ടെ, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കെ കോൺഗ്രസ്സുകാരനായ സുരേഷ് കൽമാഡിയെ പിടിച്ച് ജയിലിലിട്ടല്ലോ. എന്തിനാ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാ? കോൺഗ്രസ്സുകാരുടെ സഖ്യകക്ഷിയായ DMK-യുടെ നേതാവ് A. രാജയെയും കനിമൊഴിയെയും പിടിച്ച് ജയിലിലിട്ടല്ലോ. എന്തിനാ? അവരെയും കോടതി വെറുതെ വിട്ടല്ലോ. ഇപ്പൊ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ. ഡൽഹി ഹൈക്കോടതി 2G സ്പെക്ട്രം കേസ് അപ്പീൽ ഗൗരവമായി എടുത്തിട്ടുണ്ട്. അപ്പോ A. രാജയെയും കനിമൊഴിയെയും ജയിലിലിട്ടത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാ? അപ്പോൾ അഴിമതിക്കാരെ മൻമോഹൻ സിംഗ് പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് അങ്ങനെ മൻമോഹൻ സിംഗ് ഇട്ട A. രാജയെ കനിമൊഴിയെ താഴെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഏത് താഴെ കോടതി വെറുതെ വിടുക? അപ്പൊ അതൊന്നും പറയണ്ട. അഴിമതിക്കാരായ കോൺഗ്രസ്സുകാരെയും അഴിമതിക്കാരായ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളെയും നേതാക്കന്മാരെയും മൻമോഹൻ സിംഗ് സർക്കാർ തന്നെ പിടിച്ച് ജയിലിലിട്ടുണ്ട്. അപ്പൊ ജയിലിലിട്ട കഥയൊന്നും പറയണ്ട. പിന്നെ BNS ഭരണഘടനാ ഭേദഗതിയൊന്നും അല്ല. അത് ഭരണഘടനാ ഭേദഗതിയൊന്നല്ല, അതൊരു നിയമനിർമ്മാണമാണ്. അത് ഭരണഘടനാ ഭേദഗതിയൊന്നല്ല.
ശരി, വസന്തിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒരു ഭരണഘടനയെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ കൊളോണിയൽ കാലത്തിന് ശേഷം നിലവിൽ വന്ന ജനാധിപത്യ വ്യവസ്ഥിതിയോ ഈ ഭരണഘടനയോ അധികകാലം നിലനിന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മുടെ പൈതൃകത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഈ ഭരണഘടന 75 വർഷം നിലനിന്നു എന്നതിൽ നമ്മൾ അഭിമാനിക്കുന്നത്. അതിൽ എന്താണ് ഇപ്പോൾ നേരിടുന്ന ഭീഷണി? ഇവർ പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പോലെ അങ്ങ് നിരീക്ഷിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇപ്പോൾ നേരിടുന്ന ഒരു ഭീഷണി? നല്ല ഭരണഘടനയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആരാണ്, അതിൻ്റെ ക്രെഡിറ്റ് ഏത് പാർട്ടിക്ക് കൊടുക്കണം എന്നുള്ള ചർച്ച വലിയ അർത്ഥമുള്ള ഒന്നായി ഞാൻ കാണുന്നില്ല. നമ്മുടെ ഭരണഘടന ഈ 75 വർഷക്കാലത്തിനിടയിൽ നേരിട്ട ഏറ്റവും വലിയ ഭീഷണി അടിയന്തരാവസ്ഥ തന്നെയായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഭരണമായിരുന്നു. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് നേതാവായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് എന്തെല്ലാം രീതിയിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഭരണഘടന ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടത് അടിയന്തരാവസ്ഥ കാലത്ത് തന്നെയാണ്. ഭരണഘടന നിർജ്ജീവമാക്കപ്പെട്ടു, ഭരണഘടന ഇല്ലാതെയായി എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതൽ ശരി. അവിടെ ഇപ്പോൾ പലതരത്തിലുള്ള ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. അല്ലെങ്കിൽ ഈ പുതിയ തലമുറ, ഞാൻ ഈ പറയുന്നത് നമ്മുടെ കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാകുമെന്ന് നമുക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഏതാണ്ട് ഊഹിക്കാം. 50 വർഷം മുമ്പ് നടന്ന വലിയ ഒരു കിരാതമായ നടപടിയായിരുന്നു നൃശംസത എന്ന വാക്കുകൊണ്ട് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു ഭരണഘടനയുടെ മേൽ നടന്ന അത്യാചാരം എന്നുള്ളത്. അക്കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് ഞാൻ, അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ. അക്കാലത്ത് കഠിനമായ സെൻസർഷിപ്പിന് വിധേയമായി പത്രപ്രവർത്തനം നടത്തിയിരുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഞെട്ടലോടെ, വിഷമത്തോടെ, വേദനയോടെ, വിതുമ്പലോടെ മാത്രമേ ഇപ്പോഴും ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വലിയ തരത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ഈ ഭരണഘടന 75 വർഷം ഇപ്പോൾ പൂർത്തിയാക്കുമ്പോൾ അത് ആഘോഷിക്കട്ടെ, ആഘോഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആഘോഷിക്കുന്നതിനുള്ള അർഹത ആർക്കാണ്? ഭരണഘടനയെ നിഗ്രഹിക്കാൻ ശ്രമിച്ച ആ നൃശംസതയുടെ കർത്താക്കൾക്കാണോ, അതോ ഈ ഭരണഘടനയെ പലതരത്തിലുള്ള അപകടഘട്ടങ്ങളിൽ സംരക്ഷിച്ച് നിർത്തിയ ജനങ്ങൾക്കാണോ? ജനമെന്ന് ഞാൻ പറയുമ്പോൾ ആവർത്തിക്കുന്നു, വി ദ പീപ്പിൾ എന്ന് പറയുന്ന ആ ജനങ്ങൾക്കാണോ അതിൻ്റെ അവകാശം എന്ന ചോദ്യമുണ്ട്. തീർച്ചയായും അത് ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങൾ ഈ ഭരണഘടനയുടെ നിലനിൽപ്പ്, അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, ശാക്തീകരണം എല്ലാം ആഘോഷിക്കും. ഭരണഘടനയ്ക്ക് നേരെ ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുന്നതിനുള്ള പ്രാപ്തി ഈ ജനങ്ങൾക്കുണ്ട്. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക്, ഇതാണ് നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത്. ഈ ഭരണഘടനയുടെ എല്ലാ സത്തകളെയും കാറ്റിൽ പറത്തിയ ഈ അടിയന്തരാവസ്ഥയുടെയൊക്കെ ഈ കിരാത നാളുകളെല്ലാം നമ്മുടെ മുന്നിലുള്ളതാണ്. ഇവിടെ ഈ വർക്കലയിൽ ഒരു സുഗതനുണ്ടായിരുന്നു, രാജനുണ്ടായിരുന്നു. അവരൊക്കെ എവിടെയാണ്? അവരുടെ ശരീരം പോലും കാണാൻ കിട്ടിയില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ അഴിമതി കേസിൽപ്പെട്ട്, രാജ്യദ്രോഹ കേസുകളിൽപ്പെട്ട് പിടിച്ചുകൊണ്ടു പോകുന്നതിന് വളരെ കൃത്യമായ തെളിവുകളുണ്ട്. അവർ ഈ പിടിച്ചുകൊണ്ട് പോയവർ എവിടെയാണ് എന്നതിനും കൃത്യമായ തെളിവുകളുണ്ട്. അവരുടെ ബന്ധുക്കൾക്കറിയാം. പക്ഷേ രാജന്റെയും സുഗതന്റെയും കാര്യം അങ്ങനെയായിരുന്നോ അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ? നീലിമ, നിങ്ങൾ പറയുന്നത് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ പറ്റിയാണ്. ഞാൻ അതിനെ ചെറുതായി കാണുന്ന ഒരാളല്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാർ എന്നെ തെറ്റിദ്ധരിക്കണ്ട. പ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഉണ്ടായ പ്രതിപക്ഷ വേട്ടയോ അല്ലെങ്കിൽ അന്ന് അധികാരത്തിലിരുന്ന സംസ്ഥാന സർക്കാരുകൾ അടക്കം നടത്തിയ വേട്ടകളെ ഒന്നും ന്യായീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലവും ഇതൊക്കെ ആദ്യം നമുക്ക് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ കുറിച്ച് സംസാരിക്കാം. അതാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ ക്ഷതമേൽപ്പിച്ചിട്ടുള്ളത്. എത്രയോ ഭരണഘടനാ ഭേദഗതികൾ വന്നു. ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ ജനതയെ ഒന്നാകെ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ആദ്യം ചർച്ച ചെയ്യൂ. എന്നിട്ട് നമുക്ക് 10 മാസത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് കമ്പയർ ചെയ്യാം. ഈ 75-ലെ അടിയന്തരാവസ്ഥയിൽ ഒന്നാമത്തെ പ്രശ്നം പ്രതിപക്ഷ വേട്ടയായിരുന്നു. അത് ഈ 10 വർഷക്കാലം ഉണ്ടായി എന്നതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം മാധ്യമ സെൻസറിങ് ആയിരുന്നു, മാധ്യമ വേട്ടയായിരുന്നു നിങ്ങളുടെ ഭാഷയിൽ. ഈ 10 വർഷക്കാലം മാധ്യമങ്ങളെ ഏതൊക്കെ രീതിയിലാണ് വേട്ടയാടിയത്?
ദേശീയ അല്ല, വസന്ത് ഇപ്പൊ പത്രം വായിക്കാറില്ലേ? ടെലിവിഷൻ കാണുന്നില്ലേ? ഇവിടെ എവിടെയാണ് മാധ്യമ സെൻസറിങ്? അങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടി മാത്രം മാധ്യമ സെൻസറിങ് എന്നുള്ള പദമൊക്കെ ഉപയോഗിക്കല്ലേ പ്ലീസ്. പറയാമെന്നേ ദേശീയ തലത്തിൽ ഗോസ്വാമിയുടെ കൂടി കേന്ദ്ര സർക്കാർ വാഴ്ത്തു പാടുന്നവർക്കും മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന അവസ്ഥ ഉണ്ടായി. എന്തായിരുന്നു NDTVയുടെ അവസ്ഥ? എന്തായിരുന്നു? സർക്കാരിനെതിരെ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചപ്പോ BBC-യുടെ ഓഫീസിലേക്ക് അന്ന് വരെ നിങ്ങൾ കാണാത്ത ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഓഫീസിലേക്ക് ഇരച്ചു കയറിയില്ലേ? അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ മാധ്യമ വേട്ട നടന്നു. ഗൗരി ലങ്കേഷ്, ആരായിരുന്നു ഗൗരി ലങ്കേഷ്? എഴുത്തുകാരിയായ, മാധ്യമ പ്രവർത്തകയായ, പത്രപ്രവർത്തകയായ ഗൗരി ലങ്കേഷിന്റെ ഇടനെഞ്ചിലേക്ക് എവിടുന്നാണ് വെടിയുണ്ടകൾ കടന്നു വന്നത്? അപ്പോ കഴിഞ്ഞ 10 വർഷക്കാലം, ആ 75-77 2 വർഷക്കാലത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി മാധ്യമ വേട്ടയാടൽ നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ തെളിവുകൾ അടക്കമാണ് പറഞ്ഞു പോകുന്നത്. പിന്നീട് എന്താണ് അടുത്ത പ്രശ്നം? പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു. ആ നിശബ്ദമാക്കാൻ ശ്രമിക്കലാണ് നിങ്ങൾക്ക്. ആ മാധ്യമ വേട്ടയ്ക്ക് പിന്നിലൊക്കെ വളരെ കൃത്യമായ രാജ്യദ്രോഹ കരങ്ങൾ ഉണ്ടായിരുന്നു. കൃത്യമായ രാജ്യദ്രോഹികളുടെ, സോറോസിന്റെയൊക്കെ അടക്കം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ചില മാധ്യമ പ്രവർത്തകർ ശ്രമം നടത്തിയപ്പോഴാണ് രാജ്യത്തെ ഇന്റലിജൻസ് ഏജൻസികൾ അത് തിരിച്ചറിയുകയും അതിനെതിരെയൊക്കെ കടുത്ത നടപടികൾ എടുക്കുകയും ചെയ്തത്. വസന്ത്, അങ്ങനെയാണെങ്കിൽ ശ്രീ നീലിമ, ഈ കടുത്ത നടപടി എടുത്തുണ്ടല്ലോ നിങ്ങളുടെ സർക്കാരും നിങ്ങളുടെ ഏജൻസികളും. ഏത് കേസാണ് നിലവിൽ നിലനിൽക്കുന്നത്? NDTVക്കെതിരെ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചു. ഏത് കേസ് നിലനിൽക്കുന്നു? BBC-ക്കെതിരെ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചു. അവിടേക്ക് നിങ്ങൾ ED ഇരച്ചു കയറി സാമ്പത്തിക ക്രമക്കേട് ഉണ്ട് എന്ന് പറഞ്ഞു. BBC-ക്കെതിരെ ഏതെങ്കിലും കേസ് നിലവിൽ നിലനിൽക്കുന്നുണ്ടോ? ഇനി ജോർജ് സോറോസ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തണ്ട. ജോർജ് സോറോസ് എന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ ഞങ്ങൾക്കാർക്കും മുട്ടുപറക്കാനൊന്നും പോകുന്നില്ല. ജോർജ് സോറോസിനെതിരെ ഇന്ത്യയിൽ ഏത് കേസാണുള്ളത്? ജോർജ് സോറോസ് ഒരു അന്താരാഷ്ട്ര ഭീമനാണ്, കോർപ്പറേറ്റ് ആണ്. അത് അദാനിയെ പോലെ തന്നെ മറ്റൊരു കോർപ്പറേറ്റ് ആണ്. ജോർജ് സോറോസിനെതിരെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ദേശവിരുദ്ധരായ എന്ന് പറയുമ്പോ, അഡ്വക്കേറ്റ് വസന്ത് സിറേക്ക്, ഈ ജോർജ് സോറോസിന്റെ പ്രധാനപ്പെട്ട ബിസിനസ് എന്താണ്? അത് താങ്കൾക്കറിയാമോ? ഡ്രഗ് മാഫിയ തലവനാണ് സോറോസ്. ആ സോറോസുമായി ചേർന്നാണ് നിങ്ങളുടെ സോണിയാഗാന്ധി ആ ഒരു ബോർഡിന്റെയൊക്കെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. ഡ്രഗ് മാഫിയയുടെ തലവൻ. ഞാൻ ചോദിക്കുന്നത് ശ്രീ പത്മനാഭൻ പറഞ്ഞാലും മതി. ശ്രീ ജോർജ് സോറോസിനെതിരെ വസന്ത് സിറേക്ക് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ മറുപടി പറയൂ പ്ലീസ്. അല്ല, BBC-ക്കെതിരെ ഇന്ദിരാഗാന്ധി നടപടി എടുത്തിരുന്നോ? അപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്യുമ്പോൾ ഓഹോ, BJP സർക്കാർ ചെയ്താൽ ആഹാ. BBC ഒരു വിദേശ മാധ്യമമാണ്. ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി നടപടിയെടുത്തു. എന്നാൽ BJP സർക്കാർ നടപടിയെടുത്തത് എന്തിനറിയോ? അവർ കൃത്യമായ ഇൻകം ടാക്സ് കണക്ക് കൊടുക്കാതെ അവർ രാജ്യത്തിലെ സാമ്പത്തിക ഏജൻസികളെ വഞ്ചിക്കാൻ നോക്കിയപ്പോഴാണ്. ഇനി ഞാൻ ആ ചർച്ച വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവാം. എൻ്റെ കയ്യിൽ ജസ്റ്റിസ് HR ഖന്ന. ഈ ജസ്റ്റിസ് HR ഖന്ന ആരാന്നറിയോ? ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അമ്മാവനാണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അമ്മാവൻ HR ഖന്ന തൻ്റെ സഹോദരിക്ക് അയച്ച കത്ത് ഞാൻ വായിച്ചു തരാം. ഐ ഹാവ് പ്രിപ്പയർഡ് ദി ജഡ്ജ്മെന്റ് വിച്ച് ഈസ് ഗോയിങ് ടു കോസ്റ്റ് മീ ദി ചീഫ് ജസ്റ്റിസ്ഷിപ്പ് ഓഫ് ഇന്ത്യ. ഞാനൊരു ജഡ്ജ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാരണം എനിക്ക് ഇന്ത്യയുടെ പ്രധാന ന്യായാധിപന്റെ കസേര നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. തൻ്റെ സഹോദരിക്ക് അയച്ച കത്തിലെ വരികളാണ്. എന്താണ്? ADM ജബൽപൂർ കേസ് എന്നെക്കാൾ നന്നായി സെബാസ്റ്റ്യൻ പോൾ സാറിന് അറിയാം. ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും ദുരുദ്ദേശപരമായി തടയാൻ പാടില്ല. അങ്ങനെ തടഞ്ഞാൽ ആ നടപടിയിൽ ദുരുദ്ദേശമുണ്ടെങ്കിൽ, മാലിഫൈഡ് ഇന്റൻഷൻ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാമെന്ന ചരിത്ര പ്രസിദ്ധമായ ഡിസെൻഡിങ് ജഡ്ജ്മെന്റ് ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡിസെൻഡിങ് ജഡ്ജ്മെന്റ് എഴുതിയ HR ഖന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയില്ല. പോട്ടെ, ജസ്റ്റിസ് ഗ്രോവർ, ജസ്റ്റിസ് ഷേലത്ത്, ജസ്റ്റിസ് ഹെഗ്ഡെ 3 മുതിർന്ന ന്യായാധിപന്മാരെ മറികടന്ന് നാലാമനെ ചീഫ് ജസ്റ്റിസ് ആക്കി. 3 സുപ്രീം കോടതി ജഡ്ജിമാർ രാജിവെച്ചു പോയി ഈ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും. ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ
കോടതിക്കുള്ളിൽ ചീഫ് ജസ്റ്റിസും മറ്റു 2-3 ജഡ്ജിമാരും തമ്മിൽ പ്രശ്നമുണ്ടായി. സർക്കാരിന് അതിൽ പങ്കൊന്നുമില്ല. രഞ്ജൻ ഗൊഗോയുമായി നമ്മുടെ തൊട്ടു മുമ്പേ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എന്താ പറയുക ചന്ദ്രചൂഡിനും അതുപോലെ തന്നെ ചലമേശ്വരനും പിന്നെ ഒരു മലയാളിയായ ജഡ്ജിനുമൊക്കെ പ്രശ്നമുണ്ടായി. അവർ ആ പ്രശ്നം പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു. എന്താ മോഡി പറഞ്ഞത്? എന്താ പ്രധാനമന്ത്രി പറഞ്ഞത്? ആരും ഇടപെടണ്ട. ഇന്ത്യൻ ജുഡീഷ്യറിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പക്വതയും പാകതയും ഇന്ത്യൻ ജുഡീഷ്യറിക്കുണ്ട്. പുറമേ നിന്ന് ആരും ഇടപെടണ്ട, അവിടുത്തെ പ്രശ്നം അവർ പരിഹരിച്ചോളുന്നു. എന്നാൽ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞുകൊണ്ട് ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ 3 ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്ത ഒരു ജഡ്ജിന് ചീഫ് ജസ്റ്റിസ് സ്ഥാനം നിഷേധിച്ച അത് ആ മനുഷ്യൻ തന്നെ കത്തയക്കാൻ നിർബന്ധിതരായ സാഹചര്യം എന്തായിരുന്നു? നിങ്ങൾ കോടതിയെ വരെ നിങ്ങളെ ഒരു കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയാക്കാൻ നോക്കിയില്ലേ? അതൊക്കെ ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ വന്നിട്ട് ഭരണഘടന സംരക്ഷിക്കാൻ പറയാ. നിങ്ങളുടെ കീശയിലെ ഭരണഘടനയുള്ളൂ. ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മസ്തിഷ്കത്തിലും ഭരണഘടനയുണ്ട്, അത് മനസ്സിലാക്കണം. യെസ്, അതാണ് BJPയുടെ നിലപാട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ഇന്ദിരാഗാന്ധിയുടെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് സ്വേച്ഛാധിപത്യ ഭരണം ആദ്യം പിടിമുറുക്കുന്നത് ജുഡീഷ്യറിയിലാണ്. ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 3 ജഡ്ജിമാരെ മറികടന്നുകൊണ്ടാണ് MH ബെഗിനെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ആദ്യം ശ്രമിച്ചത് ഈ ജുഡീഷ്യറിയെ വരുതിക്ക് വരുത്താനല്ലേ? അതെ, 3 അല്ല 4 ജഡ്ജിമാരെ. അതെ, 4. കേശവാനന്ദ ഭാരതി കേസിൽ ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെടാത്ത നിലപാട് സ്വീകരിച്ച 3 പേർ. അടിയന്തരാവസ്ഥ കാലത്തെ ഹേബിയസ് കോർപ്പസ് കേസിൽ ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെടാത്ത നിലപാട് സ്വീകരിച്ച HR ഖന്ന. അങ്ങനെ 4 ജഡ്ജിമാരെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ രാജിക്ക് ഉള്ള സാഹചര്യം ഒരുക്കാൻ ഇന്ത്യയിൽ മറ്റൊരു പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഇന്ദിരാഗാന്ധിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു നേട്ടമാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജുഡീഷ്യറി കടന്നു പോന്നിട്ടുള്ളത്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായ അനുയായിയും ഉപദേശകനുമായിരുന്നു സിദ്ധാർത്ഥ ശങ്കർ റേ, ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന റേ. അദ്ദേഹമാണ് ഈ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ജഡ്ജിമാർ ആരോടാണ് കമ്മിറ്റഡ് ആവേണ്ടത്? ജഡ്ജിമാർ പ്രതിബദ്ധരാവേണ്ടത് ആരോടാണ്? എന്തിനോടാണ്? ഭരണഘടനയോട് എന്ന് നമ്മൾ പറയും. പക്ഷെ അവർ ഉദ്ദേശിച്ചത് പ്രധാനമന്ത്രിയോട്, ഇന്ദിരാഗാന്ധിയോട് കമ്മിറ്റ്മെൻറ്റുള്ള പ്രതിജ്ഞാബദ്ധമായ ഒരു ജുഡീഷ്യറി. ആ അതിൻ്റെ ഒരു ആത്യന്തികമായ ഫലമായിരുന്നു അന്നത്തെ അടിയന്തരാവസ്ഥ, 1975 അടിയന്തരാവസ്ഥ. ആ കാലഘട്ടത്തിലുണ്ടായ സംഭവം എന്തായിരുന്നു? ഇപ്പോൾ ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഞാൻ ചിലപ്പോൾ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കുകയാണ് എന്ന് തോന്നരുത്. ഞങ്ങൾ ഈ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ വേദപുസ്തകം ഇങ്ങനെ പരസ്യമായി പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയായിരിക്കാം അത്. എന്നതുപോലെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഭരണഘടന കയ്യിലേന്തിക്കൊണ്ടാണ് അവിടെ നടക്കുന്നത് തന്നെ. എന്തിനു വേണ്ടിയാണത്? അതിനൊക്കെ വലിയ കാപട്യം നമുക്ക് കാണാനുണ്ടോ? അന്ന് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ അലകും പിടിയും മാറ്റി അതിൻ്റെ ചൈതന്യം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് നിർജീവമായ ഒരു രേഖയാക്കി അതിനെ മാറ്റിയില്ലേ? പിന്നീട് ജനതാ ഗവൺമെൻറ് വരുന്നു. അവരല്ലേ 44ാം ഭേദഗതിയിലൂടെ ആ ഭരണഘടനയ്ക്ക് പുതിയ ജീവൻ നൽകിയത്, അതിനെ പുനർജനിപ്പിച്ചത്, ഒരു പുനർജനി സാധ്യമായത്. ഇതൊക്കെ ചരിത്രമാണ്. ആ ചരിത്രം അറിയാതെ ഇപ്പോൾ ഈ അവസ്ഥയിൽ വന്നുകൊണ്ട് നമ്മൾ ഭരണഘടനയുടെ സംരക്ഷകർ ആര് എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം BJPയുടെ ഭരണകാലത്ത് ഭരണഘടന പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടു, ഭരണഘടനയുടെ പ്രവർത്തനത്തിൽ ഞാൻ പൂർണ്ണമായും സന്തുഷ്ടനാണ് എന്നല്ല. ഭരണഘടന പല വെല്ലുവിളികളെയും നേരിടുന്നുണ്ട്, അപകടത്തെ നേരിടുന്നുണ്ട് എന്ന് കിട്ടുന്ന അവസരത്തിലെല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ഭരണഘടന വെല്ലുവിളിയെ നേരിടും എന്നുള്ളത് അസ്വാഭാവികമായ ഒന്നല്ല. ആ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള പ്രാപ്തി ആ ഭരണഘടനയ്ക്കുണ്ട്. ആ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള ദൗത്യം, ഉത്തരവാദിത്വം അത് ജനങ്ങൾക്കുണ്ട്. കാരണം ജനങ്ങൾ, വി ദ പീപ്പിൾ, ആ ജനങ്ങളാണ് ഭരണഘടനയുടെ സ്രഷ്ടാക്കൾ.
സ്രഷ്ടാക്കൾക്ക് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനുള്ള കെൽപ്പും പ്രാപ്തിയും ശേഷിയുമുണ്ട്. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് ചരിത്രം, അതാണ് ജനാധിപത്യം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഞങ്ങൾ ഭരണഘടനയെക്കുറിച്ച് ആണയിടുമ്പോൾ, ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ, ഭരണഘടനയുടെ സംരക്ഷകരാണ് തങ്ങളെന്ന് ഭാവിക്കുമ്പോൾ അത് ചരിത്രം കാണുന്ന ഏറ്റവും വലിയ കാപട്യമാണ്, ചരിത്രത്തോട് കാണിക്കുന്ന വലിയ വഞ്ചനയാണ്. കാരണം ഈ കോൺഗ്രസ്സുകാർ, ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ്സുകാർ, അവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭരണഘടനയെ, നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ വേദപുസ്തകം എന്ന് വിശേഷിപ്പിക്കേണ്ടതായ ഭരണഘടനയെ നിർജീവമാക്കുന്നതിനും മരവിപ്പിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമത്തിൻ്റെ പേരാണ് അടിയന്തരാവസ്ഥ. വസന്ത്, RSS പിന്തുണയുള്ള ഭാരതീയ ജനസംഘം ഉൾപ്പെട്ട ജനതാ പാർട്ടി സർക്കാർ കൊണ്ടുവന്ന 43, 44 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഭരണവ്യവസ്ഥയിൽ നീതിന്യായ സംവിധാനവും ജനാധിപത്യവും നിലനിന്ന് പോകുന്നത് എന്ന് വളരെ കൃത്യമായി നിയമവിദഗ്ധൻ കൂടിയ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി എന്താണ് പറയാനുള്ളത്? അല്ല, നോക്കൂ, അതിനു മുമ്പ് ശ്രീ പത്മനാഭൻ പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റിയാണ്. എന്താണ് കിരൺ റിജിജു, നിങ്ങളുടെ ലോ മിനിസ്റ്ററാണ് ഇപ്പോഴും, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യറി ഏതാണ്ട് സ്തംഭനത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായില്ലേ? എന്തായിരുന്നു പ്രശ്നം RSSനും സംഘപരിവാരത്തിനും BJPക്കും കേന്ദ്ര ഗവൺമെന്റിനും ഇഷ്ടക്കാരായിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിമാരുടെ പേര് അവരെ സുപ്രീം കോടതിയിലേക്ക് റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾ അപ്പോഴേ ഒപ്പിട്ട് തിരിച്ചയക്കും. അല്ലാത്ത പക്ഷം 6 മാസക്കാലത്തെ ഒരു സാവകാശം എന്ന ഭരണഘടനാ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജഡ്ജിമാർ, നിങ്ങൾക്കെതിരായി, നിങ്ങളുടെ സംസ്ഥാന നേതാക്കൾക്കെതിരായി വിധി പ്രഖ്യാപിച്ച ഏതെങ്കിലും ജഡ്ജിമാരുടെ പേര് സുപ്രീം കോടതിയിലേക്ക് റെക്കമെൻഡ് ചെയ്യപ്പെട്ടാൽ അവരുടെ അനുഭവവുമായി ബന്ധപ്പെട്ട്, പരിചയ സമ്പത്തുമായി ബന്ധപ്പെട്ട് അവരുടെ പേര് ലിസ്റ്റിൽ വന്നാൽ നിങ്ങൾ 6 മാസം വെച്ച് താമസിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ മടക്കി അയക്കും. എവിടേക്ക്? സുപ്രീം കോടതി ജഡ്ജസ് ബെഞ്ചിലേക്ക്. അവിടെ നിന്ന് അത് മടങ്ങി വരണം. അങ്ങനെ മടങ്ങി വരുന്ന സമയം കൊണ്ട് അവരുടെ സമയം കഴിഞ്ഞു പോകും, അവരുടെ പെൻഷൻ ഏജിലേക്ക് എത്തപ്പെടും. അങ്ങനെ ഒഴിവാക്കപ്പെട്ട എത്രയോ ജഡ്ജിമാരുടെ, 1 ഡസൻ ഹൈക്കോടതി ജഡ്ജിമാരുടെ പേര് ഞാൻ പറയണോ? കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഒടുക്കം കിരൺ റിജിജുവുമായി ബന്ധപ്പെട്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള നിലപാട് സുപ്രീം കോടതി ബെഞ്ച് എടുത്തില്ലേ? ഒടുക്കം അത് പരിഹരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിക്ക് തന്നെ നേരിട്ട് ഇടപെടേണ്ടി വരുന്നില്ലേ? നേരത്തെ നീലിമേനോട് ചോദിച്ചു പത്രം വായിക്കുന്നുണ്ടോന്ന്. ജന്മഭൂമി മാത്രമേ വായിക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ ഇത് കാണുന്നില്ല. മറ്റു പത്രങ്ങൾ വായിച്ചാൽ, ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒരുപക്ഷെ റിപ്പബ്ലിക് TV, പാർനാം സ്വാമിക്കും വെളിയിൽ വേറെ ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് കണക്ക് പറഞ്ഞാൽ അങ്ങോട്ടും തിരിച്ചു പറയാനുണ്ട്. ഇനി പത്മനാഭൻ വലിയ കാര്യത്തിൽ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ കോൺഗ്രസ്സുകാർ പോക്കറ്റിലാണ് ഭരണഘടന വെച്ചുകൊണ്ട് നടക്കുന്നത്. അതിങ്ങനെ കയ്യിൽ പിടിച്ചുയർത്തിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷെ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ സംഘപരിവാറുകാർ, ഞങ്ങൾ BJPക്കാർ, അത് ഞങ്ങൾ നെഞ്ചിലാണ് ഭരണഘടന ചേർത്ത് വെക്കുന്നത്, നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ലേ എന്നാണ് പറഞ്ഞത്. ശ്രീ പത്മനാഭൻ, ഈ 2 വർഷക്കാലത്തോളം നീണ്ടു നിന്ന ഭരണഘടനാ അസംബ്ലി, ഗാന്ധിയും നെഹ്റുവും പട്ടേലും അടക്കമുള്ള നേതാക്കന്മാർ BR അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പിയുടെ നേതൃത്വത്തിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഒരു ചായ കൊണ്ടുവന്ന് കൊടുക്കാൻ പോലും വന്നിട്ടില്ലാത്ത സംഘപരിവാർ നേതാക്കളാണ് പറയുന്നത്, ഇത് നിങ്ങളുടെ സംഭാവനയാണ്, ഇത് നിങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാണക്കേട് എന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ രാജ്നാഥ് സിംഗ് ഇന്ന് പറഞ്ഞത് സവർക്കർ അടക്കമുള്ള നേതാക്കളാണ് ഈ രാജ്നാഥ് സിംഗ് മറ്റൊരു കാര്യം പറഞ്ഞു, പലതവണ ഈ ഭരണഘടനാ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഈ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് അതുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രി. അല്ല, അത് അദ്ദേഹം വളച്ചൊടിക്കുന്നതാണ്. നീലിമയ്ക്കും പറയാമല്ലോ, അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള തർക്കങ്ങൾ, അംബേദ്കറും നെഹ്റുവും തർക്കങ്ങൾ, നെഹ്റുവും ഗാന്ധിയും തമ്മിലുള്ള തർക്കങ്ങൾ, എത്രയോ തർക്കങ്ങൾക്ക് ഒടുവിലാണ്, എത്രയോ ചർച്ചകൾക്കൊടുവിലാണ്, എത്രയോ ഡിബേറ്റുകൾക്കൊടുവിലാണ് ഈ ഭരണഘടന ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ രൂപം കൊണ്ട് 75 വർഷമായിട്ടും ബാക്കി നമുക്കൊപ്പം എന്താ പറയുക ജന്മമെടുത്ത പല ബേബി റിപ്പബ്ലിക്കുകളും ഇന്നില്ലാതായിട്ടും ഈ രാജ്യം ഇങ്ങനെ നിൽക്കുന്നത് വിവിധ ആൾക്കാരെ കേട്ടതുകൊണ്ടാണ്, വിവിധ ചർച്ചകൾ നടന്നുകൊണ്ടാണ്, വിവിധ ഡിബേറ്റ്സ് നടന്നുകൊണ്ടാണ്, ആ തർക്കങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടതുകൊണ്ടാണ്. അതുണ്ടാവും. ഇന്ന് രാജ്നാഥ് സിംഗ് എന്താണ് പറഞ്ഞത്? സവർക്കർ, VD സവർക്കർ അടക്കമുള്ള നേതാക്കളാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചത് എന്ന് രാജ്നാഥ് സിംഗ് പറയുകയാണ്. നാണമില്ലേ നിങ്ങൾക്ക്? സവർക്കർ എന്താണ് ഈ ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് എടുത്തത്? ഭഗത് സിംഗിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഭഗത് സിംഗിനെയും തള്ളി പറയുമോ ഇങ്ങനെയാണെങ്കിൽ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു
നിലപാട് എന്തായിരുന്നു? ഹിന്ദു മഹാസഭയുടെയും സംഘപരിവാരത്തിന്റെയും സമയത്തെ നിലപാട് മനുസ്മൃതി അടിസ്ഥാനമാക്കി ഒരു ഭരണഘടന വരണം എന്നുള്ളതായിരുന്നില്ലേ? തെറ്റുണ്ടോ അതിൻ്റെ അത്? ശ്രീ പത്മനാഭൻ എന്നെ എതിർക്കും ആ കാര്യത്തിൽ. അങ്ങനെ എതിർത്താൽ നിങ്ങൾ നിങ്ങളുടെ ചരിത്രത്തെ തന്നെ എതിർക്കുകയാണ്. സവർക്കർ അടക്കമുള്ളവരുടെ നിലപാട് എന്തായിരുന്നു? ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എന്തായിരുന്നു? 2 നേഷൻ തിയറി മുസ്ലിം ലീഗ് പറയുന്നതിന് മുമ്പ് 2 രാജ്യം വേണമെന്ന് സ്വന്തം പുസ്തകത്തിലൂടെ വിളിച്ചു പറഞ്ഞ ആളാണ് സവർക്കർ. ആ സവർക്കറിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളുടെ രാജ്നാഥ് സിംഗ്, പരിണിത പ്രജ്ഞനായ കേന്ദ്രമന്ത്രി, 2 ടൈം ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ആള്, പ്രതിരോധ മന്ത്രിയായിരുന്ന ആള്, അദ്ദേഹം പറയാണ്, എന്താ പറയുന്നത്? ഇന്ന് സവർക്കർ അടക്കമുള്ളവരാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി നിലിമ, ഞാൻ നേരത്തെ സോറോസിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചെങ്കിലും അദ്ദേഹം അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു BBC-ക്കെതിരെ ഞങ്ങൾ വലിയ കേസുണ്ട്. ഒരു കാര്യം കൂടെ, BBC-ക്കെതിരെ വലിയ കേസുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന്. നിലവിലൊരു കേസ്, ഒറ്റ കേസ്, ഒരു പെറ്റി കേസ് രാജ്യത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ BBC-ക്കെതിരെ ഉണ്ടോ? ജോർജ് സോറോസിനെതിരെ ഉണ്ടോ? എന്നിട്ട് വേണ്ടേ സോറോസും ഞങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കാൻ? അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, വസന്ത് ഉന്നയിച്ച കാര്യങ്ങൾക്ക് സവർക്കറെ ഉദ്ധരിച്ച അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ല, എന്താ കോൺഗ്രസ്സുകാരെ പ്രശ്നം എന്താ അറിയാം? അവരെ ചരിത്രം തെറ്റായ രീതിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ നെഹ്റുവും കുടുംബവും കൂടി ചെയ്ത് ഒപ്പിച്ച പണിയെന്നാണ് അവരെ ധാരണ. ഈ രാജ്യത്ത് നിന്ന് കാണുന്നതൊക്കെ നെഹ്റു കുടുംബം സൃഷ്ടിച്ചതാണെന്നാണ്. 1946-ൽ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. ഇതൊന്നും കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. അവരെ പഠിപ്പിച്ചിട്ടില്ല. ഈ കോൺഗ്രസ്സുകാർക്ക് പറ്റി അവർ ചരിത്രത്തിൽ അവരെ സെലക്റ്റീവായിട്ടാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്താ പറയുക ഏറ്റവും വലിയ അധ്യായങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പശ്ചിമ ബംഗാളിൽ വട്ടപൂജ്യമായി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയ സംഭവ വികാസങ്ങൾക്ക്, ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപനത്തിനൊക്കെ സാക്ഷ്യം വഹിച്ച ബോംബെ, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പം 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആയി അല്ലേ? ബോംബെയിലും ബംഗാളിലുമൊക്കെയാണ് സ്വാതന്ത്ര്യ സമരം കത്തിപ്പടർന്നത്. അവിടെ മഹാത്മജിയും നെഹ്റുവുമൊക്കെ തമ്പടിച്ച് താമസിച്ച സ്ഥലങ്ങളാണ് ബോംബെയുമൊക്കെ. അവിടെയൊന്നും ഇന്ന് കോൺഗ്രസ് ഇല്ലാണ്ടായിരിക്കുക. 4ാം അതായത് BJP കഴിഞ്ഞ്, ശിവസേനയുടെ ഒരു കഷ്ണം കഴിഞ്ഞ്, NCPയുടെ ഒരു കഷ്ണം കഴിഞ്ഞ്, പിന്നെ ഉദ്ധവ് ഠാക്കറെയും കഴിഞ്ഞ് 15 സീറ്റോടെ 5ാം സ്ഥാനത്തോ മറ്റോ ആണ്. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, വളർന്നു വരുന്ന തലമുറ ഇതൊക്കെ സൂക്ഷ്മമായി പഠിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് ആരാണ് ഭരണഘടനയെ നശിപ്പിക്കാൻ ശ്രമിച്ചത്? ആരാണ് ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തിലുള്ള അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ശ്രമിച്ചത്? ഇതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തവണ ഈ ഭരണഘടന ഭേദഗതി ചെയ്ത് കുഴപ്പത്തിലാക്കിയത് ആരാന്ന് അതും അവർ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറെ പാർലമെന്റിൽ പോലും എത്തിക്കില്ല എന്ന വാശിയിൽ ഓരോ തവണയും അദ്ദേഹത്തെ മഹാരാഷ്ട്രയിലും ബോംബെയിലും വെച്ച് തോൽപ്പിച്ചത് ആരാണെന്നും ഈ രാജ്യത്തെ ജനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർക്ക് ഉചിതമായൊരു സ്മാരകം ഇപ്പോഴാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട 5 സ്ഥലങ്ങൾ പഞ്ചതീർത്ഥങ്ങളാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ദേശീയ എന്താ പറയുക ഒരു പ്രാധാന്യമുള്ള കേന്ദ്രങ്ങളായി വളർത്തിയെടുത്തത് ഇപ്പോഴാണ്. അപ്പോൾ ഇവരെ പഠിപ്പിച്ചത് ഇതൊക്കെ നെഹ്റു കുടുംബമാണെന്ന് പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ്. ആ കുഴപ്പത്തിൽ കിടന്ന് ഉഴലുകയാണ്. ഇപ്പം ഇന്ന് കണ്ടില്ലേ പ്രസംഗം, സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് പോലും അറിയില്ല, അതുപോലും തെറ്റിച്ചിട്ടാണ് പറയുന്നത്. പ്രിയങ്ക പാർലമെന്റിൽ പ്രസംഗിച്ച ആ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കണ്ടേ? സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് പോലും അറിയാതെയാണ് ഹിമാചലിലെ വിമർശനം ഉന്നയിച്ചത്. ആ വാക്കുകളൊന്ന് നമുക്ക് കേൾക്കാം വസന്ത്, ആ വാക്കുകളൊന്ന് കേൾക്കാം. അല്ലെങ്കിൽ വസന്ത് പറയും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന്. आज हिमाचल में देखिए जितने भी कानून बने हैं वो सब बड़े बड़े उद्योगपतियों के लिए बन रहे हैं. हिमाचल में जो सेब उगता था उसके जो छोटे छोटे किसान हैं वह रो रहे हैं क्योंकि एक व्यक्ति के लिए सब कुछ बदला जा रहा है. കേട്ടല്ലോ ശ്രീ വസന്ത് സിറിയക്. ഇന്ന് കന്നി പ്രസംഗം
കന്നി അംഗം അങ്ങേയറ്റം വലിയ വർണ്ണാഭമായി കേരളത്തിലെ മാധ്യമങ്ങളും ചില ദേശീയ മാധ്യമങ്ങളൊക്കെ കൊണ്ടാടിയതാണ്. സ്വന്തം സംസ്ഥാനത്തിന്റെ പേര് പോലും അറിയില്ല. അവിടെയാണ് വിമർശിക്കുന്നത് ഹിമാചലിനെ. പറയട്ടെ, ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആണല്ലോ അത്. അതിനെ നിങ്ങളിങ്ങനെ അതെങ്ങനെയാണ് ഒരു പാർലമെന്റിൽ സ്ലിപ്പ് ഓഫ് ടങ്? ഇതൊക്കെ പഠിച്ചു വന്ന് സംസാരിക്കേണ്ട സ്ഥലമില്ലേ? ഒന്നാമത് കന്നിപ്രസംഗമല്ലേ? ഇവിടെയൊക്കെ നാക്കുപിഴ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുമോ? നാക്കുപിഴ ഒരു വാക്കിൽ വരുന്നതാണ്. ആ പ്രസംഗത്തിൽ ഉടനീളം ഇതാണ് പറയുന്നത്. എന്താ നീലിമ, പാർലമെന്റിൽ സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാവാറില്ലേ? അങ്ങനെയാണ് ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കാൻ. നേരത്തെ ശ്രീ പത്മനാഭൻ പറഞ്ഞൊരു കാര്യത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. അദ്ദേഹവും ഞാനും എപ്പോഴും ഏറ്റുമുട്ടാറുണ്ടെങ്കിലും അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ അംഗീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ മുഖർജിയുടെ കാര്യമാണ്. ഡോക്ടർ മുഖർജി നിങ്ങളുടെ വടാചാര്യനാണ്, നല്ല കാര്യം. അദ്ദേഹം ഇലക്ടഡായി ഭരണഘടനാ അസംബ്ലിയിലേക്ക് വന്ന ആളാണ്, നല്ല കാര്യം, അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് സ്വയം ഞങ്ങൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് വിട്ടുപോയതിനെ അപമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെ ആക്രോശം മുഴക്കുമ്പോൾ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രിയങ്ക ഗാന്ധിയേക്കാൾ പരിണിത പ്രജ്ഞനാണല്ലോ നിങ്ങളുടെ രാജ്നാഥ് സിംഗ്, അല്ലേ? പ്രിയങ്ക ഗാന്ധിയേക്കാൾ ഭരണപരിചയമുണ്ടല്ലോ രാജ്നാഥ് സിംഗിന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ശ്രീ VP പത്മനാഭന് വരെ അറിയാവുന്ന ഭരണഘടനാ അസംബ്ലിയിലെ ഏക പ്രതിനിധിയായിരുന്ന സംഘപരിവാറുകാരന്റെ പേര് പറയാതെ ആ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ലാത്തവരുടെ പേര് പറഞ്ഞ കാര്യത്തിലേക്ക് എത്ര തവണ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. സവർക്കർ വസന്ത് ആരുടെ പേരാണ് ഉദ്ദേശിച്ചത്? എന്റെ പപ്പനാവ സവർക്കർ എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെയൊന്നും വിളിക്കരുത് ശ്രീ വസന്ത് സിറിയക്ക്, അങ്ങനെയൊന്നും വിളിക്കരുത്. എന്റെ പത്മനാഭ എന്നുള്ള പദപ്രയോഗങ്ങളൊന്നും വേണ്ട. വളരെ മാന്യമായി സംസാരിക്കുക പ്ലീസ്. തിരുത്താം. അല്ല, ശ്യാമപ്രസാദ് മുഖർജിയുടെ പേര് ശ്യാമപ്രസാദ് മുഖർജിയുടെ അഞ്ചോ ആറോ തവണ പറഞ്ഞു അതാണ് ഞാൻ വസന്തിനോട് ചോദിച്ചത്. രാജ്നാഥ് സിംഗ് ശ്യാമപ്രസാദ് ഉണ്ടോ? മനുസ്മൃതി ആയിരുന്നില്ലേ നിങ്ങളുടെ അടിസ്ഥാന തത്വം, അല്ലേ? ഈ മനുസ്മൃതിയൊക്കെ കളയാറായില്ലേ വസന്ത്? കുറെ കാലമായി മനുസ്മൃതി പൊക്കി പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ BJPയെയും കേന്ദ്ര സർക്കാരിനെയും അവഹേളിക്കുന്നു. എത്രയോ തവണ 1925 സവർക്കർ. ഇവിടെ ഇപ്പോൾ നാരീശക്തിയാണ് സാർ, ഇവിടെ ഇപ്പോൾ നാരീശക്തിയാണ് സാർ ഭാരതം ഭരിക്കുന്നത്. എന്താണ് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞാണല്ലോ നിങ്ങൾ മനുസ്മൃതിയെ അവഹേളിച്ചുകൊണ്ട് ഇത്തരത്തിലൊക്കെ സംസാരം നടത്തിയിരുന്നത്. അതൊന്നുമല്ല ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. അല്ല, 1925 സവർക്കർ എഴുതിയ പുസ്തകം 100 വർഷങ്ങൾക്ക് മുമ്പാണ്. ശരി, ഇത് ഒരുപാട് സംസാരിച്ചു ശ്രീ വസന്ത് സിറിയക്ക്. നമ്മൾ ഈ വിഷയം ഒരുപാട് സംസാരിച്ചു. ഇന്ന് പ്രിയങ്ക പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലേക്കൊന്ന് വരൂ. വെറുമൊരു നാക്കുപിഴയാണോ? യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണ്ടേ സംസാരിക്കാൻ? അവർ ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു, അത് നെഹ്റു ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അതിന്റെ യാഥാർത്ഥ്യം കൂടി താങ്കൾക്ക് അറിയണ്ടേ? ഗെയിൽ ഉണ്ടാക്കുന്നത് 1984-ലാണ്, HAL 1940-ലാണ്, NTPC 1975-ലാണ്, റെയിൽവേ ബ്രിട്ടീഷ് 19ാമത്തെ നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചരിത്രബോധം തീരെയില്ലാതെ ആരോ എഴുതി കൊടുക്കുന്ന ഒരു പ്രസംഗം വായിച്ച് കയ്യടി നേടാൻ ശ്രമിക്കുന്നതിന് പകരം ഈ ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥിതി എന്താണ്, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പ്രിയങ്കയെ പോലൊരാൾ കന്നിപ്രസംഗത്തിന് മുതിരേണ്ടത്? അല്ല ശ്രീ നീലിമ, നിങ്ങൾക്ക് ചരിത്രം ചർച്ച ചെയ്യണം, പക്ഷെ അത് 75-ന് ശേഷം ഇങ്ങോട്ട് മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അതിന് പുറകേട്ടുള്ള ചരിത്രം അല്ല, 10 വർഷം ചർച്ച ചെയ്യാം. അതിനിവിടെ ശ്രീ പത്മനാഭൻ ഇരിപ്പുണ്ട്, അദ്ദേഹം വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തരും. ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ 25-ലെ സവർക്കറിന്റെ പുസ്തകം കോട്ട് ചെയ്തു, അദ്ദേഹത്തിന് ഉത്തരമില്ല. ജോർജ് സോറോസിനെതിരെ കേസ് ചോദിച്ചു, ഇതുവരെ അദ്ദേഹം പറഞ്ഞില്ല. അതിനുശേഷം 2 ടൈം അദ്ദേഹത്തിലേക്ക് പോയി. BBC-ക്കെതിരായ കേസ് നിലവിൽ എവിടെയാണെന്ന് ചോദിച്ചു, അദ്ദേഹത്തിന് ഉത്തരവില്ല. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ സ്ലിപ്പ് ഓഫ് ടങ്ങിനെ പറ്റിയാണ്. അതിനെപ്പറ്റി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോന്നേ. ഈ ചർച്ച ഏതായാലും BJP-ക്കാർക്ക് അപ്പുറത്ത് ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവുമല്ലോ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുന്ന നിലയിലേക്ക് നിങ്ങൾ 2014 അധികാരത്തിൽ വരുന്നതിന്റെ തൊട്ടു തലേന്ന് വരെ എന്തെങ്കിലും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? ശ്രീ VP പത്മനാഭൻ ഉണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ആചാര്യന്മാർ, ഇപ്പോൾ പറഞ്ഞ ഡോക്ടർ മുഖർജി തൊട്ട് സവർക്കർ തൊട്ട് നിങ്ങൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റുന്ന ഓരോ ആചാര്യന്മാരും
പുസ്തകങ്ങളിലൂടെ പറഞ്ഞു വെച്ചത് മുഴുവൻ ഈ ഭരണഘടന അല്ല നമുക്ക് ആവശ്യം, ഇവിടെ ഒരു ഹൈന്ദവ രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമാണ് ആവശ്യം, അത് മാത്രമല്ല അത് മനുസ്മൃതിയെ കേന്ദ്രീകൃതമായിരിക്കണം, കമ്മ്യൂണിസ്റ്റുകളും ക്രിസ്ത്യാനികളും ഈ രാജ്യത്ത് നിന്ന് പടിയിറക്കപ്പെടണം എന്ന് പറഞ്ഞ സവർക്കറാണ് നിങ്ങളുടെ നേതാവ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ തള്ളിപ്പറയൂ, അല്ലെങ്കിൽ ആശയപരമായ ഒരു വൈരുദ്ധ്യത ഉണ്ടാവില്ലേ? നിങ്ങളുടെ നേതാവ് ഈ ഭരണഘടനയെ തള്ളിപ്പറയുകയും നിങ്ങളുടെ ആചാര്യൻ ഈ ഭരണഘടനയ്ക്കെതിരെ പറയും, നിങ്ങൾ ഭരണഘടനയുടെ സംരക്ഷകരാണ് എന്ന് പറയുകയും ചെയ്താൽ എങ്ങനെയാണത് ശരിയാവുക? നിങ്ങളുടെ തന്നെ നിലപാടുകൾ പരസ്പരം ഏറ്റുമുട്ടില്ലേ എന്നാണ് എന്റെ ചോദ്യം. ശരി, വസന്ത് ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശ്രീ പത്മനാഭൻ പ്ലീസ്, അതിന് മറുപടി പറയാനുള്ള സമയമാണ്. അല്ല, ഞാൻ ഈ ചർച്ച അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഞാനൊരു തമാശ പറയാം. ഈ കോൺഗ്രസ്സുകാർ ഒപ്പിച്ച ഒരു കോമഡി 1975-76 കാലഘട്ടത്തിൽ അവർ 39ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. എന്താ അറിയുക അത് പറഞ്ഞത്? ഏതെങ്കിലും ഒരു വ്യക്തി രാഷ്ട്രപതിയായിട്ടോ ഉപരാഷ്ട്രപതിയായിട്ടോ പ്രധാനമന്ത്രിയായിട്ടോ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തിരഞ്ഞെടുപ്പ്, സ്പീക്കറായിട്ടോ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല. ഇത് വരാനുള്ള സാഹചര്യം എന്താ അറിയോ? 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ നിന്നും മത്സരിച്ചപ്പോൾ അവർ സർക്കാർ ജീപ്പുകൾ, അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ജീപ്പുകൾ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നും അവരുടെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്നാരായണൻ, അവരുടെ എതിർ സ്ഥാനാർത്ഥി രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതി കേസ് കൊടുത്തു. അയാൾ അവിടെ തെളിയിച്ചു, ഈ രാജ്നാരായണൻ അദ്ദേഹം അവിടെ തെളിയിച്ചു ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അലഹബാദ് ഹൈക്കോടതി. ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യറാണ് വാദം കേട്ടത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഒരു പാർഷ്യൽ സ്റ്റേ അനുവദിച്ചു. അതായത് അലഹബാദ് ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് പകുതി സ്റ്റേ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാം, പക്ഷേ പാർലമെന്റിൽ MP എന്ന നിലയിൽ വോട്ട് ചെയ്യാൻ പാടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരുന്നില്ല. കാരണം അവർക്ക് 300 ചില്ലാന സീറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. 67 ക്ഷീണത്തിന് ശേഷം 71 അവർ ശക്തമായി തിരിച്ചു വന്നതാണ്. അപ്പോൾ ഒരുപാട് സീറ്റുണ്ട്, അവർക്ക് പ്രശ്നമായിരുന്നില്ല ഇന്ദിരാഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ അവരെന്താ ചെയ്തത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കുളിമുറിയിലുണ്ടായിരുന്ന പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിച്ചു. അദ്ദേഹം കൈ മാത്രം പുറത്തേക്ക് ഇട്ടിട്ട് ഒപ്പിട്ടു എന്നാണ് അന്നത്തെ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് വരച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒപ്പിട്ട ആ അടിയന്തരാവസ്ഥയുടെ മറവിലാണ് ഈ 39ാം ഭരണഘടനാ ഭേദഗതി. അതായത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ സ്പീക്കറോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന്. അതിലൊരു ക്ലോസ് ഉണ്ടായിരുന്നു, ഒരു കഷ്ണം കൂടി എഴുതി ചേർത്തു. എന്താണ്? ഈ ഭരണഘടനാ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമുണ്ടെന്ന്. പാർലമെന്ററി ജനാധിപത്യം അത് രൂപപ്പെട്ടു വന്നത് ഇംഗ്ലണ്ടിലാണ് ഇത് സൃഷ്ടിക്കപ്പെട്ട. അവർ അന്തം വിട്ടുപോയി. ഇംഗ്ലണ്ടിലെ പാർലമെന്റേറിയൻസിനും പാർലമെന്റ് ജനാധിപത്യത്തെ പറ്റി പഠിച്ച പണ്ഡിതന്മാരും നിയമജ്ഞന്മാരും ഒക്കെ ബോധം കെട്ടുപോയി. കാരണം അവർക്ക് പോലും പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം കൊടുക്കാൻ പറ്റുന്ന അവർ പോലും ചിന്തിച്ചില്ല. അത്രയ്ക്കും ഭയങ്കര ബുദ്ധിയാണ് കാണിച്ചത്. ഇങ്ങനത്തെ ഓരോ കോമഡി ഒപ്പിച്ചവരാണ് നിങ്ങൾ. കൂടുതൽ വഷളാവണ്ട എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ചരിത്രം നിങ്ങളെ വേട്ടയാടുകയാണ്. അതുകൊണ്ട് ഈ തരം ചർച്ചകൾക്കൊന്നും മെനക്കെടണ്ട. ഇനി മെനക്കെടുമ്പോൾ അതനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുവരണം. സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് പോലും അറിയാത്ത ആളുകളെ കൊണ്ടുവന്ന് ഈ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് അബദ്ധമാവും. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ കണ്ട ഭാവം നടിക്കുന്നില്ല. സമാജ്വാദി പാർട്ടിക്കാർ പറയുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. കാരണം മുലായം സിംഗ് യാദവ് ജയിലിലായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് അഖിലേഷ് യാദവിന്റെ പിതാവ് മുലായം സിംഗ് യാദവ് ജയിലിൽ പിടിച്ചിട്ടതാണ്. ലാലു പ്രസാദ് യാദവ് പട്ന യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റും മരിച്ചുപോയ സുശീൽ കുമാർ മോഡി ജനറൽ സെക്രട്ടറിയുമായിരുന്നു. രണ്ടാളെയും പിടിച്ച് ജയിലിലിട്ടതാണ്. അവരൊന്നും ന്യായീകരിക്കാൻ വരില്ല, അവരൊന്നും സഹായിക്കാൻ വരില്ല. വെറുതെ അവിടെ കിടന്ന് വെള്ളം കുടിക്കണ്ട. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒഴിവാക്കി, ഞാൻ ഭരണഘടനാ ചർച്ച വേണ്ടെന്നല്ല പറയുന്നത്. ഭരണഘടനയെ പറ്റി നമുക്ക് സംസാരിക്കണം. അത് നമ്മുടെ ജീവാത്മാവാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലുതാണ്. പിന്നെ സെബാസ്റ്റ്യൻ സാർ പറഞ്ഞു ഇതിനെ ആരാ സംരക്ഷിക്കുന്നതെന്ന്. ഒരു സംശയവുമില്ല, ഈ രാജ്യത്തിലെ സാധാരണക്കാരനാണ് ഇതിനെ സംരക്ഷിക്കുന്നത്. ഒരു പാർട്ടിയുമല്ല, ഒരു നേതാവുമല്ല. ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഭരണഘടനയെ
സംരക്ഷിക്കുന്നത്. അതിനെതിരെ അക്രമമുണ്ടായപ്പോൾ അത് ചെയ്തവരെ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തത് അവരാണ്. അതുകൊണ്ട് സാധാരണക്കാർ, ഇന്ത്യൻ ജനത ഈ ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അനാവശ്യമായി എടുത്തിടണ്ട. അതാണ് പറയുന്നത്. ആവശ്യത്തിന് വേണം, അനാവശ്യമായി എടുത്തിടണ്ട. ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി ഭരണഘടനാ ചർച്ചയ്ക്ക് മെനക്കെടണ്ട. അത് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഇന്നത്തെ തലമുറയ്ക്ക് പോലും പഴയ കഥകൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരമായി ഞങ്ങൾ അതിനെ വിനിയോഗിക്കും. അത് മനസ്സിലാക്കിയാൽ മതി. അതെ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്കാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ 39ാമത് ഭരണഘടനാ ഭേദഗതി നമ്മളൊന്ന് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്. അതായത് ഇന്ദിരാഗാന്ധിയുടെ ഈ അധികാരം സംരക്ഷിക്കാൻ വേണ്ടി ഈ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളും കാറ്റിൽ പറത്തിയ ഒന്നാണല്ലോ ഈ കുപ്രസിദ്ധമായ 39ാം ഭേദഗതി എന്നുള്ളത്. അതുകൂടി നമുക്കൊന്ന് വിശദമായി പരാമർശിച്ചു പോകേണ്ടതല്ലേ? അതിവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്കുണ്ടായ തിരിച്ചടി, അവരുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ടുള്ള ആ വിധി, അതെല്ലാം ഇപ്പോൾ വളരെ പ്രസിദ്ധമായി കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്രകാരം ഒരു ഇലക്ട്രൽ മാൽ പ്രാക്ടീസിൻ്റെ പേരിൽ ഒരാളെ അയോഗ്യരാക്കിയാൽ അയാൾക്ക് പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടുന്നു. പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെടുമ്പോൾ പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. അതിനെല്ലാമുള്ള ചില കുറുക്ക് വഴികളൊക്കെ അന്ന് കണ്ടെത്തുകയുണ്ടായി. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നൽകിയ ഒരു ഉത്തരവിൻ്റെ പിൻബലത്തിൽ അവർ മുന്നോട്ട് പോവുകയും വരുത്തിയ ഭേദഗതികൾ അതെല്ലാം നമ്മൾ കണ്ടതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ, രാഷ്ട്രപതിയാവട്ടെ, ഉപരാഷ്ട്രപതിയാവട്ടെ, പ്രധാനമന്ത്രിയാവട്ടെ, അവരുടെ തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഭേദഗതികൾ അത് ഭരണഘടനയെ വികലമാക്കി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഭരണഘടനയെ ഒരു കോമഡി ആക്കി മാറ്റുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്കെല്ലാം ഇപ്പോൾ സുപരിചിതമായി കഴിഞ്ഞ അടിയന്തരാവസ്ഥ ഉണ്ടായത്. അടിയന്തരാവസ്ഥയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിൽ ഭരണഘടനയെ കണ്ടവർ, ഭരണഘടനയെ വികലമാക്കിയവർ, ഭരണഘടനയെ നിഷ്ക്രിയമാക്കിയവർ, ഭരണഘടനയുടെ ആ ജീവൻ, അതിൻ്റെ ഊർജ്ജസ്വലത അത് ചോർത്തിക്കളഞ്ഞവർ, അവരിപ്പോൾ വന്ന് ഭരണഘടനയെ ഞങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക്, ആ പഴയ കാര്യങ്ങൾ സ്മൃതിക്ഷയം സംഭവിച്ചിട്ടില്ലാത്തവർക്ക് അത് വലിയ തോതിലുള്ള ഒരു കോമഡിയായി കാണേണ്ടി വരും. പക്ഷേ ഭരണഘടനയെ സംബന്ധിച്ചാകുമ്പോൾ അതൊരു കോമഡി എന്ന നിലയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്, നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ ആ വിഷയത്തെ കാണേണ്ടി വരും. ഭരണഘടനയെ അധിക്ഷേപിച്ചവരും ഭരണഘടനയെ ഇല്ലാതാക്കിയവരും ഇപ്പോൾ ഭരണഘടനയുടെ ആയിരുന്നു തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഭരണഘടനയുടെ പ്രദർശനം, ഭരണഘടനയുടെ ഒരു കോപ്പി അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹോദരനും സഹോദരിയും പാർലമെൻറ്റിലൂടെ നടന്നാൽ അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് BJPയുടെ ഭരണകാലത്ത്, കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഭരണഘടനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരവുമുണ്ട്, ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത് 75 വർഷത്തെ ഭരണഘടനയുടെ നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ച, അത് പാർലമെൻറ്റിൽ നടക്കുമ്പോൾ, മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചിട്ടുള്ള ചർച്ചയാണ്. അത് പാർലമെൻറ്റിൽ നടക്കുമ്പോൾ ആ 75 വർഷക്കാലത്തെ എങ്ങനെ നമ്മുടെ ഭരണഘടന അതിജീവിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. പണ്ട് ഐവർ ജെന്നിങ്സ് ഭരണഘടനാ വിദഗ്ധനാണ്, ബ്രിട്ടീഷ് നിയമ പണ്ഡിതനാണ്. അദ്ദേഹം ബാലമരണം സംഭവിക്കും എന്നാണ് നമ്മുടെ ഭരണഘടന വായിച്ചതിന് ശേഷം പറഞ്ഞത്. 4-5 വർഷം അദ്ദേഹത്തിൻ്റെ പ്രവചനം അതായിരുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ 75 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നത്. അത് വലിയൊരു നേട്ടം തന്നെയാണ്. ഭരണഘടനകളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയാത്ത അസാമാന്യമായ അഭൂതപൂർവമായ ഒരു നേട്ടം തന്നെയാണ്. ആ നേട്ടത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ജനാധിപത്യത്തെ, ആ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അവിടെ എവിടെ നിന്ന് ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഭരണഘടനയ്ക്ക് നേരിടേണ്ടി വരും. അതെവിടെ നിന്ന് എപ്പോൾ ഉണ്ടായാലും അത് ചോദ്യം ചെയ്യുന്നതിന്, അത് ശരിയല്ല എന്ന് പറയുന്നതിന്, ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് ജനശക്തി ഉയർന്നു വരണം. കാരണം ഭരണഘടനയെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതി സംരക്ഷിക്കുമോ?
രാഷ്ട്രപതിയുടെ ഓത്ത് പ്രതിജ്ഞ അങ്ങനെ പറയുന്നുണ്ട്, ഡിഫൻഡർ ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പരാമർശിച്ചില്ലേ ഒരു രാഷ്ട്രപതിയുടെ ഒരു കാർട്ടൂൺ ആണെങ്കിൽ പോലും അന്നത്തെ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഈ വാഷ് ടബിൽ കിടന്നുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വളരെ കാഷ്വലായി ഒപ്പിട്ട് കൊടുത്ത ഒരു രാഷ്ട്രപതി. ഇവർക്കെല്ലാം എങ്ങനെയാണ് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ കഴിയുക? അതുകൊണ്ട് ആത്യന്തികമായി പ്രതിപക്ഷ പാർട്ടികളോ രാഷ്ട്രീയ പാർട്ടികളോ മാധ്യമങ്ങളോ ഒന്നുമല്ല ഈ ഭരണഘടനയെ സംരക്ഷിച്ചതും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും. അത് ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, അത് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെയാണ് ഈ ഭരണഘടനയെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. കാരണം അത് അവരുടെ ഭരണഘടനയാണ്, അത് അവരുടെ സൃഷ്ടിയാണ്. അതിൻ്റെ നിലനിൽപ്പിലാണ് അവരുടെ ജനാധിപത്യവും ജനാധിപത്യപരമായ ജീവിതവും മൗലികമായ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എല്ലാം നിലകൊള്ളുന്നത്. വസന്ത് സിറിയക്ക് ഈ ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നവരെ പരിഹസിച്ചുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി സംസാരിച്ചത് ഇന്ന് പാർലമെന്റിൽ. വലിയ ചിരിയാണ് അവിടെ ഉയർന്നത്. അദ്ദേഹം പറഞ്ഞത് തലമുറകളായി ഇങ്ങനെ പോക്കറ്റിൽ ഭരണഘടന കൊണ്ടു നടക്കുന്നവരാണ് ഇപ്പോൾ ഈ ഭരണഘടനയുടെ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. നോക്കൂ, ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഒന്ന് പുറകിലോട്ട് പോയി വന്നാൽ, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഈ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി അടക്കം വലിയ പ്രചാരണത്തിന് ഇറങ്ങിയത്. അവിടെ എന്താണ് സംഭവിച്ചത് അവസാനം? നിങ്ങൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് കോമാളിത്തരമായി നാട്ടുകാർക്ക് തോന്നുന്നു. അതല്ലേ മഹാരാഷ്ട്രയിൽ ഉണ്ടായത്? അല്ല, അപ്പൊ ഭരണഘടന ഒരു പ്രചരണ വിഷയമാക്കുന്നതും ചർച്ച ചെയ്യുന്നതും ശരിയല്ല എന്നാണോ നിങ്ങളുടെ നിലപാട്? ആണോ? അതല്ല ഞാൻ പറഞ്ഞത്. അത് എന്റെ കാഴ്ചപ്പാടല്ലല്ലോ പറയേണ്ടത്. അവിടെ മഹാരാഷ്ട്രയിൽ ഏറ്റവും അധികം ഉയർത്തിപ്പിടിച്ചത് ഈ ഭരണഘടനയായിരുന്നു. ഈ ഭരണഘടനയുടെ ചെറുപതിപ്പ് പോക്കറ്റിൽ ഇട്ടുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഒക്കെ അവിടെ വലിയ പ്രചാരണത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം അവിടെ ആരാണ് യഥാർത്ഥ ശിവസേന, ആരാണ് യഥാർത്ഥ NCP എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ജനം ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ആ രണ്ടു പാർട്ടികളിലും ഉണ്ടായി. അവിടെ കോൺഗ്രസിനെയും BJP-യെക്കാളും വലിയ റോള് വഹിച്ചത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, അജിത് പവാറിനെതിരെ വലിയ കേസുകൾ ഉണ്ടായിരുന്നത് നിങ്ങളുടെ മുന്നണിയിലേക്ക് വരുന്നു, തേച്ചു വായിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ശിവസേനയുടെ ഒരു വിഭാഗം അപ്പുറത്തേക്ക് വരുന്നു, അവരുടെ നേതാക്കളെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അവർക്കെതിരെയുള്ള കേസുകൾ മായ്ക്കപ്പെടുന്നു. ഇതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്തത്. എന്തുകൊണ്ടോ ജനവിധി തിരിച്ചായിരുന്നു, ഞങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. നോക്കൂ, ഞങ്ങളങ്ങനെ തോറ്റു എന്ന് പറഞ്ഞ് മടങ്ങി പോകുന്നവരൊന്നുമല്ലേ. കിട്ടിയ സീറ്റ് എത്രയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് കിട്ടിയതും അജിത് പവാറിന് കിട്ടിയ സീറ്റും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അവിടുത്തെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അല്ല, ഓരോ തെരഞ്ഞെടുപ്പുകളിലും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിനെ ജനം ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ചിലപ്പോൾ അത് നമ്മൾ പറഞ്ഞത് കൃത്യമായി കൺവേ ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ അഴിമതിക്കാരനായിരുന്ന, ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ മഹാരാഷ്ട്രയെ അഴിമതിയിൽ മുക്കിയിരുന്ന, പവാറിന്റെ ബന്ധുബലം ഉപയോഗിച്ചുകൊണ്ട് അഴിമതിയുടെ കൂമ്പാരം സൃഷ്ടിച്ചിരുന്ന എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ഒരാൾ നിങ്ങളുടെ ഭാഗത്ത് വരുമ്പോൾ പുണ്യവാളനാവുന്നു, പരിശുദ്ധനാവുന്നു, നല്ലവനാവുന്നു, അഴിമതി വിരുദ്ധ പോരാളിയാവുന്നു, നിങ്ങളുടെ മുന്നണി പോരാളിയാവുന്നു. നല്ല കാര്യം. അത് ജനങ്ങളോട് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഞങ്ങൾക്ക് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. വരും തെരഞ്ഞെടുപ്പുകൾ ഇനിയും ഉണ്ടല്ലോ. എന്താണ് അങ്ങനെയാണെങ്കിൽ ആരുടെ പരാജയം? അത് വളരെ കൃത്യമായി ജനങ്ങൾ മാൻഡേറ്റിലൂടെ തള്ളിക്കളഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ മറിച്ചൊരു കാര്യം പറയാമെന്നേ. ഒരിക്കലും ഞങ്ങൾ ഇപ്പൊ നേരത്തെ അടിയന്തരാവസ്ഥ പറ്റിയാണല്ലോ പറഞ്ഞത്. ആ കാലത്തെ തന്നെ ചരിത്രം പറയാം. 77-ൽ ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചല്ലോ. ഒരിക്കലും ഞങ്ങൾ തോറ്റിട്ടില്ലാത്തടത്ത് ശ്രീമതി ഗാന്ധി തോറ്റുപോയി, ലക്ഷങ്ങളുടെ വോട്ടിന് തോറ്റുപോയി. അന്ന് നിങ്ങളടക്കമുള്ള നിങ്ങളുടെ സംഘപരിവാരവും അന്നത്തെ ജനസംഘവും ഒക്കെ എന്താണ് പറഞ്ഞത്? ഇനിയൊരു മടങ്ങി വരവില്ല, കോൺഗ്രസ് തീർന്നു, അവസാനത്തെ ആണിയാണ് അടിച്ചത് എന്ന് പറഞ്ഞില്ലേ? മഹാരാഷ്ട്രയിലെ കഥ പറഞ്ഞുകൊണ്ടായിരുന്നു പറയുന്നത്. മഹാരാഷ്ട്രയിലും ഞങ്ങൾ തോറ്റുപോയി. ഏതാണ്ട് കേരളത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഒരു മുന്നേറ്റം ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. രാജ്യത്തൊപ്പാടെ കോൺഗ്രസ് തോറ്റുപോയി, ഞങ്ങൾ തോറ്റുപോയി. പക്ഷേ അതിനുശേഷം ഒരു സർക്കാർ വന്നു, നിങ്ങൾ അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി. 5 വർഷം തികച്ചില്ല. 77-ന് ശേഷം 2 വർഷക്കാലം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വേണ്ടി വരുമ്പോ ലക്ഷം വോട്ടിന് തോറ്റ ഇന്ദിരാഗാന്ധി 4 ലക്ഷത്തിനടുത്ത് വോട്ടിന് അതേ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. ഞങ്ങൾ 4-3 ഭൂരിപക്ഷവുമായി അധികാരത്തിൽ വന്നു. 4-3 2 വർഷം തികയ്ക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് തോറ്റു, ഇതേ നിങ്ങൾ തോറ്റു, മഹാരാഷ്ട്രയിൽ തോറ്റു, രാജസ്ഥാനിൽ തോറ്റു, നിങ്ങൾ ഇത് അവിടെ തോറ്റു, ഇവിടെ തോറ്റു എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തണ്ട, ഞങ്ങളെ കളിയാക്കാൻ നിൽക്കണ്ട.
പക്ഷെ വസന്തേ, ഇപ്പോൾ ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നത്തിലേക്ക് കൂടി പോകുക. അതായത് ഇന്ന് ഒരു ദിവസമേ ആയുള്ളൂ, നാളെ ചർച്ചയുണ്ട്, അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാജ്യസഭയിലും ചർച്ച നടക്കാൻ പോകുന്നുണ്ട്. ഇവിടെയെല്ലാം നിങ്ങൾ ഈ ഭരണഘടനയെ ചവിട്ടിമെഴുത്തിച്ചത് ഏത് വിധത്തിലാണോ ഇതെല്ലാം ജനങ്ങളിലേക്ക്, പുതിയ തലമുറയിലേക്ക് എത്താൻ പോകുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് ചൊറിയുന്നത് ഈ ചർച്ചയുടെ പേരിൽ. അല്ല നീലിമ, അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഞങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ, ഞങ്ങളാണല്ലോ ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പൊ ഞങ്ങൾ ചർച്ചയിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ സബ്മിറ്റ് മുഴുവൻ, ഈ പാർലമെന്റ് സമ്മേളനം മുഴുവൻ, ഈ ശീതകാല സമ്മേളനം മുഴുവൻ എന്ത് ചെയ്തു? നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യൂ. അതുണ്ടാക്കിയത് ആരാണ്? ആ സമയത്ത് വിവിധ നേതാക്കളുടെ നിലപാട് എന്തായിരുന്നു? അതിനുശേഷം അതിലുണ്ടായ വിവിധ അമെന്റ്മെന്റുകൾ എന്തൊക്കെയായിരുന്നു? അതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? ജനസംഘത്തിന്റെ നിലപാട് എന്തായിരുന്നു? ചർച്ച ചെയ്യൂ, ഞങ്ങൾ അതിന് തയ്യാറാണെന്നേ. പക്ഷെ നിങ്ങൾ 75-ന് ശേഷമുള്ള ചരിത്രം മാത്രം ചർച്ച ചെയ്താൽ മതി, അതിന് പുറകോട്ട് ചർച്ച ചെയ്യേണ്ട. അതിന് പിറകിൽ ഈ ഭരണഘടന ഉണ്ടായ കാലത്ത്, ഈ രാജ്യം റിപ്പബ്ലിക് ആയിരുന്ന കാലത്ത് ജനസംഘം നേതാക്കളുടെ, അന്നത്തെ സംഘപരിവാർ നേതാക്കളുടെ നിലപാട് എന്തായിരുന്നു എന്ന് പറയണ്ട എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അല്ല, നിങ്ങൾ അംബേദ്കറോട് കാണിച്ച നിലപാട് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും, വലിയ ദോഷം ചെയ്യും നിങ്ങൾക്ക്. അംബേദ്കറെ നിങ്ങൾ ഒരു മാർജിനലൈസ് ചെയ്ത് നിർത്തിയ ഒരു രീതിയുണ്ടല്ലോ, അതൊക്കെ ജനങ്ങൾ അറിയും. അംബേദ്കർ കോൺഗ്രസ് ആയിരുന്നു. അംബേദ്കർ മത്സരിക്കുന്ന സമയത്ത് ഇപ്പോ ഈ പത്മനാഭൻ പറഞ്ഞു, ശ്രീ VP പത്മനാഭൻ പറയുകയാണ്, അംബേദ്കറിനെ നിങ്ങൾ തോൽപ്പിച്ചില്ലേ? സ്വാഭാവികമായും കോൺഗ്രസിനെതിരായ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിക്കണ്ടേ? മത്സരം ജനം തീരുമാനിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കട്ടെ എന്നാണെങ്കിൽ എന്താ പ്രശ്നം? പിന്നെ അംബേദ്കറിന്റെ നിലപാട് എന്തായിരുന്നു? ഹിന്ദു മഹാസഭയുമായി ബന്ധപ്പെട്ട് ചരിത്രം അത് മാത്രം നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞോ? എഡിറ്റ് ചെയ്തോ? ഹിന്ദു മഹാസഭയുമായി ശ്രീ പത്മനാഭൻ, കോൺഗ്രസ് ചില കാര്യങ്ങളിൽ ഒരു വ്യക്തതയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അല്ല, ഡോക്ടർ മുഖർജിയും അംബേദ്കറും തമ്മിൽ എന്താ അറിയോ, പറയാമോ? ഞാൻ BJPയെ സംബന്ധിച്ചിടത്തോളം BJP പറയുന്നത് നമ്മൾക്ക് ഇവിടെ ഏത് വിഷയവും ചർച്ച ചെയ്യാം, ഏത് വിഷയങ്ങളിലും നമുക്ക് ഒത്തുതീർപ്പാവാം, വിയോജിപ്പാവാം, അതൊക്കെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇനി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരിക്കലും വെക്കരുത് എന്ന് പറഞ്ഞ 370-ാം വകുപ്പാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗോപാൽ സ്വാമി അയ്യങ്കാരെ കൊണ്ട് എന്താ പറയുക പൈലറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഭരണഘടനയിൽ എഴുതി ചേർത്തത്. അതിന് കാശ്മീർ കൊടുക്കേണ്ടി വന്ന വില എത്രയാ? 3 ലക്ഷത്തി ചില്ലുവാനും സിഖുകാരും ഹിന്ദുക്കളും ആട്ടി ഓടിക്കപ്പെട്ടു. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു സംസ്ഥാനത്ത് നിന്നും ഒരു മതവിഭാഗം, അതായത് സിഖുകാരും ഹിന്ദുക്കളും ഒക്കെ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് ജമ്മുവിലും ഡൽഹിയിലൊക്കെയാണ് താമസിച്ചത്. പലരും അമേരിക്കയിലൊക്കെ കുടിയേറിപ്പോയി. ഇന്ന് ആകെ കുറച്ച് ആളുകളാണ് കാശ്മീരിലേക്ക് തിരിച്ചുപോയത്. കാശ്മീരിൽ നിന്നും ഹിന്ദുക്കളെയും സിഖുകാരെയും ആട്ടി ഓടിക്കാൻ കാരണം ഈ 370-ാം വകുപ്പാ. ഇന്നത് പോയപ്പോൾ പതുക്കെ കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഈ രാജ്യത്ത് അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസം. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ജനാധിപത്യത്തിൽ ദേവർസ്ജി, RSSന്റെ സർസംഘചാലക്കാരൻ ദേവർസ്ജി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് പറഞ്ഞൊരു വാക്കുണ്ട്, മറക്കുക, പൊറുക്കുക, ഫോർഗറ്റ് ആൻഡ് ഫോർഗീവ്. ഒരു രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കും, അതിന് പകരം വീട്ടാനൊന്നും പോണ്ട. മറക്കുക, പൊറുക്കുക. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനതാ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തിരിച്ചടി പേടിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ ആയിട്ട് പറഞ്ഞതാ, ഫോർഗറ്റ് ആൻഡ് ഫോർഗീവ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുന്നോട്ട് പോകാൻ. അപ്പോൾ ഈ രാജ്യത്തിന് അങ്ങനെ മുന്നോട്ട് പോകണം. പക്ഷേ ഈ തെറ്റൊക്കെ ചെയ്ത ആളുകൾ ഒരു ദിവസം രാവിലെ കുളിച്ചു കുറിതൊട്ട് വന്നിട്ട് ഇതൊക്കെ ഞങ്ങളൊന്നും അറിയില്ല രാമനാരായണ എന്ന രീതിയിൽ പറഞ്ഞ് ഈ ബാക്കിയുള്ളവൻ്റെ തലയിൽ അനാവശ്യമായ കുറ്റങ്ങൾ ആരോപിച്ച് ആളാവാൻ നോക്കരുത്. രാഷ്ട്രീയത്തിൽ അതൊന്നും നടക്കില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീൻ്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണുള്ള കാലമാണ്. അവൻ അതെടുത്തിട്ട് 39th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അടിച്ചാൽ അവൻ കാണും ഈ കാര്യം. അപ്പം അതുകൊണ്ട് ഈ ജനങ്ങളെ പറ്റിക്കാനും പുകമറ സൃഷ്ടിക്കാനൊന്നും നോക്കണ്ട. അപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഐക്യത്തോടു കൂടി രാജ്യത്തിന് മുന്നോട്ട് പോകണം. അതിന് എല്ലാ പാർട്ടികളും സഹകരിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുള്ളൂ. എല്ലാവരും ഒരുമിച്ച് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്
അങ്ങനെ ഈ സാധനം മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അതുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്ന് ആളാവാൻ നോക്കിയാലൊന്നും നടക്കാത്ത കാര്യമാണ്. അത് 2 ദിവസം കൊണ്ട് പാർലമെന്റിലെ ചർച്ചയോടുകൂടി മനസ്സിലാവും ഇത് അബദ്ധമായി പോയി ഈ ചർച്ച വലിച്ചിട്ടത് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയും. ജനറൽ ഡിബേറ്റ് അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്കാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ചർച്ച കൊണ്ട് ഈ ഭരണഘടനയെ ആദരിക്കുന്നതാര് അനാദരിക്കുന്നതാര് എന്നുള്ള 2 ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടി കിട്ടും എന്നാണ് ഇന്ന് പ്രതിരോധ മന്ത്രി ആമുഖ പ്രസംഗമായി നടത്തിയ അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ നെല്ലും പതിരും വേർതിരിഞ്ഞു വരില്ലേ ഈ ചർച്ചയിൽ? അല്ല, രാജ്നാഥ് സിംഗ് ഉന്നയിച്ച ചോദ്യത്തിനുള്ള ഉത്തരം രാഷ്ട്രം പ്രതീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രത്തിന് അവകാശപ്പെട്ടതാണ് ആ ഉത്തരം. ഇവിടെ ഏതെങ്കിലും ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ഭരണകാലത്തെ അടിയന്തരാവസ്ഥയെക്കുറിച്ചും ഭരണഘടനയ്ക്ക് സംഭവിച്ച അപജയത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം BJP ഭരണകാലത്ത് ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നു എന്നല്ല. എനിക്ക് വ്യക്തിപരമായി അങ്ങനെ അഭിപ്രായം ഉള്ള ആളല്ല. ഭരണഘടന പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടുന്നുണ്ട്, പലതരത്തിലുള്ള ആപത്തുകളെ നേരിടുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഭരണഘടന എവിടെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്, ആരാണ് സംരക്ഷിക്കേണ്ടത്, ഭരണഘടന നേരിടുന്ന ആപത്ത് എന്താണ്, ആ വക കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ ചർച്ച പ്രയോജനപ്പെടുമെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ അതിന് പകരം തങ്ങളുടെ വീഴ്ചകൾ മറക്കുന്നതിന്, അത് മറച്ചുവെക്കുന്നതിന് ഉള്ള ഒരു ഉപാധിയായി ഈ ഭരണഘടനാ ചർച്ചയെ കണ്ടുകൊണ്ട് ആ ചർച്ചയ്ക്കിടയിലും വില കുറഞ്ഞ അന്തസ്സില്ലാത്ത കാര്യങ്ങൾ പരാമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ ചർച്ച ആത്യന്തികമായി എന്തെങ്കിലും പ്രയോജനമുണ്ടാക്കും എന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭരണഘടനയെക്കുറിച്ച് അതിൻ്റെ സൃഷ്ടാക്കളായ ജനങ്ങൾക്ക് ചർച്ച നടത്തുന്നതിന് കിട്ടുന്ന ഏതവസരവും ഞാൻ സ്വാഗതം ചെയ്യുന്നയാളാണ്. ആ രീതിയിൽ ഈ ചർച്ച നടക്കട്ടെ. അവിടെ രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടുമെങ്കിൽ അത് തുറന്ന ഹൃദയത്തോടെ, അത് മനസ്സോടെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വസന്ത സിറിയക്ക് ഒന്ന് അവസാനമായി പറഞ്ഞ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നോക്കൂ, നാളെ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രതികരിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമാകുമല്ലോ കൂടുതൽ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഭരണഘടനയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഭരണഘടനാ അസംബ്ലി തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തു പോകണം. അതിൽ ആർക്കൊക്കെ എന്തൊക്കെ പങ്കുകളുണ്ട്, ആർക്കൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്, ആരൊക്കെ തിരുത്തിയിട്ടുണ്ട് എന്നതും ചർച്ച ചെയ്യണം. പിന്നെ എവിടെയെങ്കിലുമൊക്കെ കോൺഗ്രസ് തോറ്റുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അങ്ങനെ പൂർണ്ണമായും എഴുതി തള്ളാൻ നിങ്ങൾ നിൽക്കേണ്ട എന്നുള്ളതിന്റെ ഉദാഹരണമാണ് 79-ലെ തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ശ്രീ പത്മനാഭനോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഞങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഭരണഘടനയിൽ വിശ്വസിച്ച് അതിനെ മോഡിഫൈ ചെയ്യേണ്ടടുത്ത് മോഡിഫൈ ചെയ്ത് അതിനെ സംരക്ഷിക്കേണ്ടടുത്ത് സംരക്ഷിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലും നിങ്ങൾ എത്രയൊക്കെ വേട്ടയാടിയാലും അതിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ മുമ്പിലുണ്ട്. അതിൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവികൾ ഉണ്ടായേക്കാം, പക്ഷെ ആത്യന്തികമായ വിജയം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആശയത്തിനായിരിക്കും, ആ ആശയത്തോട് ഞങ്ങൾ കാണിക്കുന്ന കൂറിനായിരിക്കും എന്നതിൽ യാതൊരു സംശയവും. ശരി, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, ഈ സോറോസിനെ പേടിച്ചാണ് ഈ ചർച്ചയ്ക്ക് ഇപ്പോൾ മുൻകൈ എടുത്തത് പ്രതിപക്ഷം. അത് വലിയ വിനയായി തീരുമോ? അല്ല, സോറോസ് വലിയൊരു വിഷയമാവും വരുന്ന ദിവസങ്ങളിൽ. കാരണം സോറോസ് പാർലമെന്റ് ഉള്ളിലെ ഇമ്മ്യൂണിറ്റി പേടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ പാർലമെന്റിൽ മാത്രം ഉന്നയിക്കുന്നൊരു വിഷയമല്ല, അത് പുറത്തു ഉന്നയിക്കപ്പെടും. കാരണം അത് വേറെ പലതും പുറത്തു വരാൻ പോവുകയാണ്. സോറോസുമായി കുടുംബ ബന്ധം പലർക്കുമുണ്ട്, പലരുടെയും ബന്ധുക്കൾ സോറോസിൻ്റെ ബന്ധുക്കളാണ്. അപ്പോൾ അതൊക്കെ പുറത്തു വരും, അവരുടെയൊക്കെ ഇടപാടുകളെല്ലാം പുറത്തു വരും. സോറോസ് കുറേ കാലം കൂടി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിറച്ചു നിൽക്കും, ആ പേര് കുറേ കാലം കൂടി ഉണ്ടാവും. കാരണം കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്, പല ഇടപാടുകളും പുറത്തു വരും. കാരണം 4-5 പാർലമെന്റ് സമ്മേളനം ഒരാവശ്യവുമില്ലാണ്ട് കലക്കിയതാണല്ലോ. ഓർമ്മയുണ്ടോ, പെഗാസിന്റെ പേരിൽ ഒരു പാർലമെന്റ് സമ്മേളനം മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടതാ. അപ്പോൾ എന്തായി അവസാനം? ഒറ്റ കുട്ടി പോലും തൻ്റെ ഫോണ് പരിശോധനയ്ക്ക് കൊടുത്തില്ല. അപ്പോൾ ഇനിയും വരും, ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരും, അത് കാത്തിരുന്ന് കാണാം നമുക്ക്. ഇന്നും അദാനി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക സംസാരിച്ചത്. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ അദാനിക്ക് വേണ്ടി ഈ രാജ്യത്തെ മുഴുവൻ തീരെഴുതുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക സംസാരിക്കുന്നതൊക്കെ. അതായത് അവരുടെ ആ ഒരു പാടിപ്പതിഞ്ഞ ഗാനത്തിൽ നിന്ന് ഒരു തരത്തിലും പുറകെട്ടില്ല. കുറേ നാളായി നമ്മൾ ഇത് കേൾക്കുകയാണ്.
അല്ല, അഡാനി മോശക്കാരനാണെങ്കിൽ 60,000 കോടി രൂപ രാജസ്ഥാനിൽ എന്തിനാ ഗെഹ്ലോട്ട് സർക്കാരിന്റെ കാലത്ത് നിക്ഷേപിച്ചത്? അഡാനി മോശക്കാരനാണെങ്കിൽ 23,000 കോടി രൂപയുടെ നിക്ഷേപം തെലുങ്കാനയിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് എങ്ങനെ വന്നു? അഡാനി മോശക്കാരനാണെങ്കിൽ വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി എന്തിന് അഡാനിക്ക് കൊടുത്തു? ഇതൊക്കെ വെറുതെ എന്തെങ്കിലും പറയാന്നല്ലാതെ ഈ രാജ്യത്തെ ഒരു വ്യവസായി, അങ്ങനെ ഒരുപാട് വ്യവസായികളുണ്ട്, അക്കൂട്ടത്തിൽ ഒരാൾ, അതിൻ്റെ പേരിലൊന്നും ബഹളം. പിന്നെ അമേരിക്കൻ കേസുണ്ടെങ്കിൽ അത് അമേരിക്കൻ ഗവൺമെൻറ് നോക്കുന്നു, നമ്മളല്ലല്ലോ നോക്കേണ്ടത്, നമ്മുടെ ജോലിയല്ലല്ലോ അത്. അപ്പോൾ അതൊക്കെ ഇവിടെ കേരളത്തിൽ നിന്ന് ഗൾഫിൽ പോയ ആൾക്കാരൊക്കെ ഗൾഫിൽ ജയിലിൽ കിടക്കുന്നുണ്ട് പലരും. അവരൊക്കെ തിരിച്ചു വന്നാൽ നമ്മൾ പിടിച്ച് ജയിലിലിടുമോ? അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ. മാത്രവുമല്ല, ഇതിൽ പ്രതിപക്ഷം ഒരു പ്രശ്നം എന്താ പറയുക, ഇതിൽ മമതാ ബാനർജിക്ക് താല്പര്യമില്ല. കാരണം അഡാനി ബംഗാളിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. മമതാ ബാനർജിക്ക് താല്പര്യമില്ല, ഈ DMKക്ക് താല്പര്യമില്ല. കാരണം തമിഴ്നാട്ടിൽ അഡാനിയുടെ നിക്ഷേപമുണ്ട്. അവർക്കൊന്നും വ്യവസായികളുമായി നല്ല ബന്ധം വേണം. കാരണം തൊഴിൽദായകരാണ് അവർ, തൊഴിൽദായകർ കൂടിയാണ് വ്യവസായികൾ, ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നവരാണ്. അപ്പൊ അതൊക്കെ മുന്നണി പൊളിയാണ്ട് നോക്കിയാൽ മതി, ഏത് ഇന്ത്യ മുന്നണിയെ പൊളിയാണ്ട് നോക്കിയാൽ മതി ഈ വിഷയത്തിൽ, അല്ലാണ്ട് NDAക്ക് പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഭരണഘടനയുടെ 75 വർഷത്തെ ചരിത്രം പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ പൊളിഞ്ഞു വീഴുന്നത് കോൺഗ്രസ് ആയിരിക്കും എന്നതാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഏറ്റവും വലിയ വാദഗതി എന്ന് പറയുന്നത്. ഈ ചർച്ചയുടെ അവസാനം ഈ 4 ദിവസത്തെ ചർച്ച പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്ത് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകുമെന്നാണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. നമസ്തേ.